സാധ്യമെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വച്ച് ഈ ഒരു നല്ല ദിവസം ദൈവവചനത്തിലൂടെ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ആത്മീയ അനുഗ്രഹങ്ങൾ മാത്രമല്ല ഉള്ളത്, ഭൗതിക അനുഗ്രഹങ്ങളുമുണ്ട്. നീ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് സമ്മാനിക്കുന്ന വചനം പറയുന്നത്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിൽ ചില മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവരെ കുടുംബത്തെ എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യം സുരക്ഷിതമാകുവാൻ, എല്ലാ അനർത്ഥങ്ങളും ആപത്തുകളും മാറിപ്പോകുവാൻ നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയോ ആത്മഹത്യകളാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ സംഭവിച്ചത്. നമ്മുടെ ഒരു പ്രാർത്ഥന അവർക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഒരുപക്ഷേ അവരെന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ചെറിയ പ്രശ്നത്തിൽ പോലും ചിലർ പെട്ടെന്ന് പൊട്ടി തകർന്നു പോകും. അതിനേക്കാൾ പ്രയാസം പ്രതിസന്ധി ഉള്ളവർ പിടിച്ചു നിൽക്കും. രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ചെറിയ പ്രശ്നങ്ങളിൽ പോലും തകർന്നു പോകുന്നവരുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വന്നപ്പോഴും തകരാതെ നിന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അത് ദൈവം നിന്നോട് കാണിച്ച കരുണയാണ്. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ കരുണയാണത്. തകർന്നു പോകേണ്ട സ്ഥാനത്തും പരാജയപ്പെട്ടു പോകേണ്ട സ്ഥാനത്തും ദൈവം എന്നെ സഹായിച്ച, ശക്തിപ്പെടുത്തിയ ദൈവത്തിൻ്റെ കരുണ. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങളുടെ കരങ്ങളിൽ, നിങ്ങളുടെ പേഴ്സിലോ നിങ്ങളുടെ കീശയിലോ ഒരു 10 രൂപയിലും ഉണ്ടെങ്കിൽ ഒന്ന് കയ്യിലെടുത്ത് പിടിക്ക്. നേർച്ചയിടാനൊന്നുമല്ല. ഒത്തിരി പേര് എന്നെ കണ്ടവരുണ്ടല്ലോ, ഭയങ്കര സാമ്പത്തിക പ്രശ്നത്തിലാണ്. ഫോൺ ബെല്ലടിക്കുന്ന പോലും പേടിയാണ്. ആരെങ്കിലും ഹോളിംഗ് ബെല്ലടിച്ചാൽ അദ്ദേഹം ഭാര്യത്തെ വിളിക്കാൻ വരുന്നവരാണോ, ഭയപ്പെടുത്താൻ വരുന്നവരാണോ, എന്തു ചെയ്യണമെന്നറിയത്തില്ല. നിങ്ങൾ ആ കരങ്ങളിൽ എടുത്തു പിടിച്ചിരിക്കുന്നത് 10 രൂപയാകാം. നിങ്ങൾ ആ കരങ്ങളിൽ ആ 10 രൂപയുടെ മേൽ നിങ്ങളുടെ കരങ്ങൾ വെച്ചിട്ട് നിങ്ങളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങളുടെ കയ്യിലുള്ളതിനെ അങ്ങ് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ സാമ്പത്തിക മേഖല വളരെ തകർന്നും പരാജയപ്പെട്ടുമാണ്. ഈ പാതാളക്കുഴിയിൽ നിന്ന്, ഈ തകർന്ന അവസ്ഥയിൽ നിന്ന്, ഈ വിധത്തിൽ തകർന്ന് എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഒരനുഗ്രഹം അനുഭവിക്കുന്ന തലത്തിലേക്ക് എന്നെ ഇന്ന് ഉയർത്തണമേ. ഒരനുഗ്രഹം അനുഭവിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് ഉയർത്തണമേ. ഒരനുഗ്രഹം ലഭിക്കത്തക്ക നിലകളിലേക്ക് എൻ്റെ സാഹചര്യത്തെ ഉയർത്തണമേ. എൻ്റെ ആത്മീയ ജീവിതത്തെ ഉയർത്തണമേ. എൻ്റെ സാമ്പത്തികത്തെ ഉയർത്തണമേ. ഹല്ലേലൂയാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഈ സാമ്പത്തികത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ പരിഹരിക്കുവാൻ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറുവാൻ ദൈവമേ ഒരു വഴിയും വാതിലും തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, ഒരു വഴിയും വാതിലും തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയാ. കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, അവിടെ പാട്ടാണ് കൂടുതൽ, അവിടെ സാക്ഷ്യമാണ് കൂടുതൽ, വചനം കുറവായിരുന്നു. പാട്ടെങ്കിലും ഉണ്ടല്ലോ, സ്തുതിപ്പാണേലും ഉണ്ടല്ലോ അവിടെ.
ആ ഒരു സാക്ഷ്യവാണിയിലൂടെ ഉണ്ടല്ലോ. ദൈവത്തിന് പ്രവർത്തിക്കാൻ അത് മതി. നിന്റെ കയ്യിലുള്ളതിനെയാ ദൈവം അത്ഭുതമാക്കുന്നത്. നിന്റെ കയ്യിലുള്ളതിനെയാ, നിന്റെ കഴിവിനെയാ ദൈവം അനുഗ്രഹിക്കുന്നത്. നിന്റെ കുടുംബത്തെയാ ദൈവം അനുഗ്രഹിക്കുന്നത്. നിന്റെ സാമ്പത്തികത്തെയാ ദൈവം അനുഗ്രഹിക്കുന്നത്. രണ്ട് കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം എല്ലാവരും അധരങ്ങളെ തുറന്ന്, എൻ്റെ കുടുംബത്തിൻ്റെ മേലിന്നൊരു അനുഗ്രഹം വരത്തക്ക വിധം എന്നെ ഉയർത്തി നിർത്തണമേ. എൻ്റെ സാമ്പത്തികത്തിൻ്റെ മേലൊരു വിടുതൽ ഉണ്ടാകത്തക്ക വിധം എന്നെ ഉയർത്തി നിർത്തണമേ. എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം അനുഭവിക്കുന്ന തരത്തിലേക്ക് ഇന്ന് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് അധരങ്ങളെ തുറന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ശബ്ദമുയർത്തിയെന്ന് പറഞ്ഞ്, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിയന്ത്രിക്കണമേ, നിറയ്ക്കണമേ. ആമേൻ. ഇരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛൻ, പ്രിയപ്പെട്ട ശുശ്രൂഷകർ, പ്രിയപ്പെട്ട ഓരോ വ്യക്തികളെയും വളരെ സന്തോഷത്തോടും ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു പുതു ഞായറാഴ്ചയ്ക്ക് തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു വെള്ളിയാഴ്ചയാണിത്. ഒത്തിരി അനുഗ്രഹമുള്ളൊരു ദിവസമായി ഇന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഹല്ലേലൂയ. നിങ്ങളൊക്കെയും ആരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ട് വന്നതായിരിക്കില്ല. നിങ്ങൾ ദൈവസ്നേഹത്തിൽ ആ ഒരു പ്രചോദനം കിട്ടി വന്ന ആളുകളായിരിക്കും. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ച സമയമാണ്. എല്ലാവരും പ്രിയപ്പെട്ടവരുടെ വീടിലും ടൂറിലും ഒക്കെ പോകുന്ന സമയമാണ്. അങ്ങനെയുള്ള ഒരു അവസരമൊക്കെയാണ്. എന്നിട്ട് പോലും ധാരാളം ആളുകൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ദൈവം നൽകിയിട്ടുള്ള ആ ഒരു നല്ല നിയോഗം. ഇന്നിവിടെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചെറിയ കാര്യം പറയുവാണ്. കോഴിക്കോട് നിന്ന് ഒരു വലിയ വാഹനത്തിൽ, ബസ് പോലെ വാഹനമല്ല, വില കൂടിയ ഒരു കാറിൽ ഈ താഴത്തെ മുറ്റത്ത് ഒരു കുടുംബം അവരുടെ പ്രിയപ്പെട്ട 1-2 പേരും പ്രാർത്ഥിക്കാൻ വന്നു. ആ വില കൂടിയ വാഹനമാണെന്ന് പറയാൻ കാരണം ആ വാഹനത്തിൻ്റെ ഡോറ്, ആ വാഹനം വില കൂടിയതാണ്. അപ്പോൾ ആ വാഹനത്തിനകത്ത് നല്ല സ്മെല്ല് കിട്ടുന്ന സ്പ്രേ ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ ആ ഒരു AC ഇട്ട വണ്ടിയാണ് കോഴിക്കോട് നിന്ന് ഇവിടം വരെ വന്നേ. ആ വണ്ടിയെ നിറങ്ങിയവർക്കും അതേ സ്മെല്ല് അവരുടെ വസ്ത്രത്തിൽ. അവർ വാഹനത്തെ വച്ചിരിക്കുന്ന സ്പ്രേ ആണത്, ദേഹത്തടിച്ച സ്പ്രേ അല്ല. പക്ഷേ ഈ കോഴിക്കോട് നിന്ന് ഇവിടം വരെ യാത്ര ചെയ്ത് 2.5-3 മണിക്കൂർ ഇരുന്നപ്പോൾ ആ സ്പ്രേയുടെ മണം, സ്മെല്ല് അവിടെ വസ്ത്രത്തിലും തൊലിപ്പുറത്തും കയ്യിലും ഒക്കെ അവരൊക്കെ അതേ സ്മെല്ല് അവർക്ക്. നമ്മളാണേലും അങ്ങനെയാണ്. ചിലപ്പോൾ നമുക്കത് പിടികിട്ടത്തില്ല. പെട്ടെന്ന് വേറൊരാൾക്ക് നല്ല സുഗന്ധമാണല്ലോ, ഏത് സ്പ്രേയാ വണ്ടിക്കകത്ത് വച്ചിരിക്കുന്നത്, ഏത് റൂം ഫ്രഷറാണ് വച്ചിരിക്കുന്നത്, അല്ലെ അതുപോലെ എന്തുവാ വച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. ഒരു സ്പ്രേ അല്ലെങ്കിൽ അതുപോലെ നല്ല എയർ ഫ്രഷ് ഉള്ള ഒരു സാധനം, നല്ല സ്മെല്ലുള്ള ഒന്ന് വച്ച് അതിൽ 2.5 മണിക്കൂർ ഇരുന്നപ്പോൾ അയാളുടെ വസ്ത്രത്തിന് പോലും കിട്ടി അതിൻ്റെ ഒരു സ്മെല്ല്. അവർക്കും ആ സ്മെല്ലാണ്. നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് എന്തിനോട് നമ്മൾ അടുത്തിരിക്കുന്നോ അത് നമ്മളിൽ പറ്റിപ്പിടിക്കും. ജ്ഞാനിയോട് ചേർന്നിരിക്കുക, നീയും ജ്ഞാനിയായി മാറുമേ. എന്തിനോടാണോ നമ്മൾ മനസ്സുകൊണ്ട് അടുത്തിരിക്കുന്നത്, നമ്മളതൊന്നും ചെയ്യണ്ട. ഇവിടെ വന്നിരുന്നോ, ഇവിടെ വന്ന് പറ്റിപ്പിടിച്ചോ ഒന്നും പറയണ്ട.
ഓട്ടോമാറ്റിക്കായി അത് നമ്മളിൽ വന്നു ചേരും. നിങ്ങളും ഒരു പ്രാർത്ഥനയുള്ള അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയോടെ ആരാധിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുവാണ്. ഇഷ്ടമുള്ളവർ കാണും, ഇഷ്ടമില്ലാത്തവരും കാണും. പക്ഷെ നിങ്ങളിലത് ആ സ്പ്രേയുടെ ആ എയർ ഫ്രഷിൻ്റെ സ്മെല്ല് വന്ന് ശരീരത്തിൽ ചേർന്ന് വന്നിരുന്ന പോലെ ഈ പ്രാർത്ഥനയുടെ നന്മയും ആരാധനയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹവും ഒന്നും ചെയ്യേണ്ട, ചുമ്മാ കുറച്ചു നേരം ഇരുന്നാൽ തന്നെ ആ ഒരു തണലിൽ ഇരിക്കുമ്പോൾ തന്നെ അതെൻ്റെയും കൂടെ ജീവിതത്തിൻ്റെ ഭാഗമാവും. ഹല്ലേലൂയ. ഇതൊരു ഒറ്റയാൾ പോരാട്ടമല്ല, ഇതൊരു ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ട് വിജയിക്കുന്നതല്ല. ഇതൊരു ടീം വർക്കാണ്, ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന 2 ടീമുണ്ടാവും. ഒരു ടീമിൽ 7 പേരായിരിക്കും ഒരു ടീമിലുള്ളത്, 7 പേര്. അവിടെ ഒരു ബോളുണ്ടാവും. ഏതെങ്കിലും ഒരാൾ തന്നെ തട്ടി കൊണ്ട് ഗോളടിക്കുമ്പോൾ അയാൾ ജയിച്ചു എന്നൊരിക്കലും പറയില്ല. അയാളല്ല ജയിച്ചത്, ആ ടീമാണ് ജയിച്ചത്. അത് ഒരാളുടെ കാലിൽ നിന്ന് അടുത്ത കാലിലേക്ക്, അപ്പുറത്തെ കാലിലേക്ക്, ഇപ്പുറത്തെ കാലിലേക്കൊക്കെ ബുദ്ധിപൂർവം തട്ടി ഗോളടിക്കുമ്പം അയാൾ ജയിച്ചു എന്ന് പറയില്ല, ആ ടീം ജയിച്ചു എന്നാണ് വരുന്നത്. ആ ടീം ഇതുപോലെ ഓരോരുത്തരുടെ മേലൊരു അനുഗ്രഹം വരുമ്പോൾ അതൊരു ടീം വർക്കാണ്. ഒരാൾ പാടുന്നു, ഒരാൾ പ്രസംഗിക്കുന്നു, ഒരാൾ വർഷിപ്പ് നടത്തുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളെല്ലാം നടക്കുന്ന ഒരു ടീം വർക്കാണ്. നമ്മളിലൂടെ ഒരു ദൈവാനുഗ്രഹമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. എനിക്കൊറ്റ അപേക്ഷയുള്ളൂ, ഈ ആലയം നമ്മുടെ ഷാജം ബ്രദർ പറഞ്ഞതുപോലെ ഇതൊരു ടൂറ് പോകുന്നതിൻ്റെ ഭാഗമായി ആരും വരരുത്. ഇവിടെ ഒരു ഫ്ലക്സോ പബ്ലിസിറ്റിയോ അല്ല സ്റ്റിക്കറോ ഒന്നും കൊടുത്തു വിടുന്നില്ല. നിങ്ങൾ 10 പേരോട് പറയണം, 500 പേരോട് പറയണം, കൂട്ടിക്കൊണ്ട് വരണം, പറയാറേയില്ല. ആരെയാണോ ദൈവാത്മാവ് പ്രചോദിപ്പിച്ച് കൊണ്ടുവരുന്നത് അവർക്കേ കിട്ടത്തുള്ളൂ. നിർബന്ധിച്ചൊരാളെ പ്രാർത്ഥിപ്പിച്ചാൽ അയാൾക്കൊന്നും കിട്ടത്തില്ല. അയാൾക്ക് പ്രാർത്ഥനയോട് ദേഷ്യമായിരിക്കും, സ്ഥലത്തോട് ദേഷ്യമായിരിക്കും, അയാളുടെ ഉള്ള ഇതും കൂടെ പോവും. ആരെ നിർബന്ധിക്കരുത്. നിങ്ങൾ ഒരു ടൂറ് വരുന്ന പോലെ വരരുത്, ഒരാഘോഷത്തിൽ പങ്കെടുക്കാൻ ഒരു കല്യാണ വീട്ടിൽ പോകുന്ന പോലെ പോകരുത്. അനുഗ്രഹം സ്വീകരിക്കാൻ പോകുമ്പോൾ ശരീരവും മനസ്സും ആ വിധത്തിൽ ഒരുക്കപ്പെട്ടതായിരിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞു, അഴുക്കുള്ള പാത്രത്തിൽ ആരും പാലൊഴിക്കത്തില്ല. പാലൊഴിക്കുന്നതിന് മുമ്പ് ആ പാത്രം നോക്കും, അതിനകത്ത് ഇച്ചിരി വെള്ളമുണ്ടെങ്കിൽ അതും കൂടെ കമിഴ്ത്തി കളഞ്ഞേച്ച് പാലൊഴിച്ച് വെക്കുള്ളൂ. പാല് 1 ലിറ്ററിന് ഇത്ര രൂപയുള്ളൂ. ദൈവവും നന്മകൾ നൽകുന്നത് എങ്ങനെയേലുമുള്ള പാത്രത്തിലേക്കല്ല പകരുന്നത്, വൃത്തിയുള്ള പാത്രത്തിലേക്കാണ്. അത് ആഗ്രഹിച്ച് ദാഹത്തോടെ വരുന്നവരിലേക്കാണ് അത് പകരപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞവരാണ്. നശിച്ചു പോകുന്ന പലരും നമ്മുടെ ജീവിതത്തിന് ചുറ്റുമുള്ളപ്പം ഒരു വിളക്കുപോലെ ദൈവനിയോഗത്തിൽ നിൽക്കേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും. വിശ്വാസം കെട്ടുപോകുന്ന, പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലാതാകുന്ന, ദൈവവചനത്തെ വില കുറച്ച് കാണുന്ന എല്ലാ സാഹചര്യങ്ങളും ഉള്ളപ്പം, ചുറ്റുമുള്ളപ്പം നമ്മളെപ്പോലുള്ള ചിലർ വേണം. ആ ഒരു വിളക്കിനെ ഉയർത്തിപ്പിടിക്കുന്ന കുറച്ച് പേര് വേണം. എന്നാലേ ഇരുട്ട് മാറത്തുള്ളൂ. അതിനുവേണ്ടി ദൈവം കണ്ടവരും ദൈവം വിളിച്ചവരും ദൈവം നിയോഗിച്ചവരുമാണ് ഓരോ വ്യക്തികളും. അതിലൊന്നും ഒട്ടും നാണമോ മടിയോ ചമ്മലോ ഒന്നും വിചാരിക്കണ്ട. അതൊരു ദൈവ നിയോഗമാണ്. ദൈവസ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണത്. ദൈവം നിർത്തിയിരിക്കുന്ന, ബൈബിളിൽ പറയുന്നൊരു വാക്കില്ലേ, ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത കുറച്ചു പേരെ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഇന്നും ചിലരുണ്ട്. ഇന്നും അങ്ങനെ ദൈവം മാറ്റി നിർത്തിയ ഓരോ വീട്ടിലും, ഓരോ നാട്ടിലും, ഓരോ പള്ളിയിലും, ഓരോ ദേശത്തും ദൈവം ഇങ്ങനെ ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത, ദൈവം മാറ്റി നിർത്തിയിരിക്കുന്ന ചിലർ, അവരൊക്കെ ഉള്ളോണ്ടാ ഇന്ന് ജീവിതം ഇങ്ങനെയേലുമൊക്കെ ഒന്ന് മുന്നോട്ട് പോകുന്നത്. പലരും ഇങ്ങനെ വിമർശിച്ച് പറയും, അവിടെ പാട്ടാണ് കൂടുതൽ,
അവിടെ സാക്ഷ്യമാണ് കൂടുതൽ, അവിടെ ബഹളമാണ് കൂടുതൽ. അതേലും ഉണ്ടല്ലോ, പാട്ടയിലും ഉണ്ടല്ലോ, അവിടെ ഇച്ചിരിയിൽ സാക്ഷ്യം ഉണ്ടല്ലോ. അത് മതി ഒരു അനുഗ്രഹത്തിൻ്റെ വാതിലിന് തുറക്കാൻ. അതേലും ഉണ്ടല്ലോ അവിടെ. ഹല്ലേലൂയ. ഇനി അടുത്തൊരു കാര്യമാണ്, ദൈവവചനം ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് പറയാൻ പോകുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾ മരത്തെ കയറിയിട്ടേ ഒരു നിശ്ചിത ഉയരം അങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ കൈകാല് വിറയ്ക്കും. അപ്പോൾ അവർ ചിലപ്പോൾ അലറിക്കൊണ്ടു, എൻ്റെ കൈയും കാലും വിറയ്ക്കുന്നുണ്ട്, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം താഴെ നിന്ന് ആൾക്കാർ മുറുക്ക പിടിച്ച് അവിടെ ഇരുന്നോ, ഇപ്പോൾ ഏണി കൊണ്ടുവരാം, അല്ലേ ധൈര്യമായിട്ടിരിക്കുക. അപ്പം ഞാൻ ഒരാൾ പറയുന്നത് കേട്ടു. അയാൾ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ് മരത്തെ കയറിയതാണ്. കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ അയാൾ താഴോട്ട് നോക്കിയപ്പോൾ അയാളുടെ കൈയും കാലും വിറയ്ക്കുകയാണ്. അപ്പോൾ താഴെ നിന്നൊരാൾ പറയുവാണ്, നീ എപ്പോൾ എങ്ങോട്ട് നോക്കിയപ്പോഴാണ് വിറച്ച്? താഴോട്ട് നോക്കിയപ്പോഴല്ലേ? എങ്ങനെയാണ് കയറിപ്പോയത്? മുകളിലേക്ക് നോക്കിയാണ് കയറിയത്. എന്നാൽ മുകളിലേക്ക് നോക്കി തന്നെ ഇറങ്ങുക, താഴോട്ട് നീ നോക്കല്ല. ചെറിയൊരു കാര്യമായിരിക്കും. നിങ്ങളുടെ ജീവിതം അങ്ങനെ. ചില പരാജയങ്ങളിലേക്ക് നോക്കിയാൽ കയ്യും കാലും വിറയ്ക്കും, എല്ലാം അവസാനിച്ച പോലൊക്കെ തോന്നും. ചില അബദ്ധങ്ങൾ, ചില നഷ്ടങ്ങൾ, ഇനി കയറാൻ പറ്റുന്നില്ല, കയ്യും കാലും വിറയ്ക്കുന്നു. നീ എങ്ങനെയാണ് കയറിയേ? മുകളിലേക്ക് നോക്കിയാണ് കയറിയത്. അങ്ങനെ നോക്കി തന്നെ ഇറങ്ങ്, ഒന്നും ദോഷം വരത്തില്ല. മുകളിലേക്ക് നോക്കാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നലകളിലെ പരാജയം, നഷ്ടം, വഴക്ക്, അതെല്ലാം നോക്കിയാൽ വഴക്കുകളുടെ എണ്ണം കൂടി വരും. കുറ്റപ്പെടുത്തലുകളുടെ എണ്ണം കൂടും. അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാൻ തുടങ്ങും. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തെല്ലാം കേൾക്കുമ്പോൾ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും. എങ്ങനെ നോക്കിയാ കയറിയേ? ഒരു മരം കയറുന്ന പോലെ മുകളിലേക്ക് നോക്കിയാ കയറിപ്പോയത്. താഴേക്കല്ല ഇന്ന് നോക്കേണ്ടത്. ഇന്ന് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഇന്നലകളിലെ പരാജയത്തിലേക്ക് നോക്കി കൈയും കാലും വിറച്ച് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, പോയി ചത്താലോ എന്നാണ് എനിക്ക് തോന്നുന്നേ. ഇതൊന്നും അല്ല ചിന്തിക്കേണ്ടത്. മുകളിലേക്ക് നോക്കാൻ, ദൈവത്തിലേക്ക്. ആ ബൈബിൾ പറയുന്നു, ദൈവത്തിലേക്ക് നോക്കിയവർ പ്രകാശിതരാകും. അവരുടെ കൈയും കാലും വിറയ്ക്കത്തില്ല. താഴോട്ട് നോക്കിയാൽ നമുക്ക് പേടി തോന്നും. അയ്യോ, ആഴമുള്ള ഭാഗമൊക്കെ കാണും, പേടി തോന്നും, കൈകാല് വിറയ്ക്കുന്ന പോലെ തോന്നും. മുകളിലേക്ക് നോക്ക്, ഇനിയും നിനക്ക് കയറാൻ പറ്റും. മുകളിലേക്ക് നോക്ക്, ഇനിയും നിനക്ക് കയറാൻ പറ്റും. ഇനിയും നിനക്ക് ചിലത് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ഈ കേട്ട കാര്യം ഒന്ന് വെച്ച് ആ കണ്ണുകളെ ഒന്ന് അടച്ച്, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാ നിങ്ങൾ. പുറകോട്ട് നോക്കി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. മുന്നോട്ട് നോക്കി തന്നെ ഇനിയും മുന്നോട്ട് പോകണം. ദൈവത്തെ നോക്കിയവർ, വിശ്വസിച്ച് പറഞ്ഞേ, പ്രകാശിതരാകും. ദൈവത്തെ നോക്കിയവരുടെ ജീവിതവും ഭാവിയും ഇരുട്ടിലായി പോകുന്നല്ല, പ്രകാശിതരാകും. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് കയറി ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. കയ്യും കാലും വിറയ്ക്കുന്ന പോലെ തോന്നുന്നു. ഭയങ്കര പ്രതിസന്ധികളുണ്ട്, ഇട്ടുമൂടാൻ പാകത്തിന് വിഷയങ്ങളുണ്ട്, അസ്ഥി ഒടിയുന്ന വേദനയുണ്ട് മനസ്സിന്, എല്ലുപൊടിയുന്ന വേദനയാണ് മനസ്സിന്. പല അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. ദൈവം എൻ്റെ കരമൊന്ന് ചേർത്ത് പിടിക്കണമേ, എന്നെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തണമേ, എന്നെ ഈ തകർച്ചയിൽ നിന്ന് ഒന്ന് പുതിയ ജീവിതം എനിക്ക് തരണമേ, എൻ്റെ ഭാവി ഇരുണ്ടുപോയി എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, എന്നെ ഒന്ന് ഉയർത്തണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ചെറിയ കാര്യമായിരിക്കും ഇതൊക്കെ, പക്ഷെ ഇതൊക്കെ പിന്നീട് പശു വീണ്ടയറുന്ന പോലെ എപ്പോഴേലുമൊക്കെ നമ്മൾ ഓർക്കും. പശുവിനെ കണ്ടിട്ടില്ലേ? അത് ഈ പുല്ല് കിട്ടുമ്പോൾ എല്ലാം വേഗം തിന്നും. എപ്പോഴേലുമൊക്കെ സമയം കിട്ടുമ്പോൾ അത് അപ്പുറത്ത് മാറിക്കിടന്ന് ഇതെല്ലാം അരയ്ക്കാൻ തുടങ്ങും. മൊത്തത്തിലെടുക്കും, അതെല്ലാം തിരിച്ചെടുത്ത് പല പ്രാവശ്യം ഇത് വായിലിട്ട് അരച്ചരയ്ക്കും. ഇതുപോലെ നമ്മൾ കേൾക്കുന്ന ഈ വചനം ഇപ്പം പെട്ടെന്ന് കുറേ കേൾക്കും. തിരിച്ചു പോകുമ്പം, വീട്ടിൽ ചെന്ന് നാളെ ഇതേ സമയത്ത് ഇരിക്കുമ്പം ഈ കേട്ട കാര്യങ്ങൾ ഒന്നും കൂടെ പശു വീണ്ടയറുന്ന പോലെ ഒന്നും കൂടെ എടുത്ത് ഒന്നും കൂടെ ഒന്ന് അരയ്ക്കണം. അത് നിൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവിന് കാരണമാവും. ഹല്ലേലൂയ. അത് നല്ലതാണ്. ഈ കേൾക്കുന്ന ഓരോ കാര്യം ഉപകാരപ്പെടും. എന്നോട് ഒരു കാര്യം, ഞാൻ കേട്ട കാര്യം നിങ്ങളോട് പറയും. ഇപ്പം ഞാൻ എൻ്റെ ഈ ഉടുപ്പ് ഞാൻ തേച്ചില്ല എന്നിരിക്കട്ടെ, തേച്ചില്ല, മുഴുവൻ ചുളുങ്ങിയായിരിക്കുന്നെങ്കിൽ കാണുന്ന പാടെ ആൾക്കാർ ചോദിക്കും, ഉടുപ്പ് തേച്ചില്ലേ അച്ചോ?
തേക്കാൻ മറന്നുപോയോ? കൃത്യം ആൾക്കാർക്ക് പിടികിട്ടും. 1 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ചോദിക്കും. ഇപ്പം നമ്മൾ ചിലപ്പോൾ തലമുടി ചീകാൻ മറന്നു പോവും, മുടി ചീകാൻ മറന്നു പോവും. വെപ്രാളത്തിന് വേഗം മുടി പുറത്തിറങ്ങുമ്പോഴേ ചിലപ്പോൾ വീട്ടിലെ പ്രിയപ്പെട്ട എടാ മുടി ചീകിയിട്ടില്ല, പെട്ടെന്ന് കണ്ടുപിടിക്കും. ഷൂ പോളിഷ് ചെയ്യാൻ മറന്നുപോകും. പക്ഷേ പെട്ടെന്ന് ആൾക്കാർ നോക്കും കാലയിലൊക്കെ, ഷൂ ഒന്നും ചെരുപ്പൊന്നും കഴുകാതെ എന്തോ മറന്നുപോയതാ. ചോദിക്കും, ചെരുപ്പൊന്നും പോളിഷ് ചെയ്തിട്ടില്ല, എന്നാ പറ്റി, മറന്നുപോയോ? ഷൂ പോളിഷ് ചെയ്യാൻ മറന്നുപോകും. എന്നാലും പെട്ടെന്ന് ആൾക്കാർ ചോദിക്കും, എന്താ ചെരുപ്പ് കഴുകിയിട്ടില്ല, വസ്ത്രം അലക്കിയിട്ടില്ല, ഭയങ്കര ചുളിവാണല്ലോ, തലമുടി ചീകിയിട്ടില്ല, നീ ആ ഇമെയിൽ അയക്കാൻ മറന്നുപോയല്ലോ, നീ മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അയച്ച് അയ്യോ മറന്നുപോയി. ഇതൊക്കെ പെട്ടെന്ന് ആൾക്കാർ പിടികിട്ടും. എന്നാൽ ഒരു ദിവസം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാതെ പ്രാർത്ഥിക്കാൻ മറന്നുപോയിന്നിരിക്കട്ടെ, ആരും ചോദിക്കത്തില്ല, ആരും മൈൻഡ് പോലും ചെയ്യത്തില്ല. കുറേ നാൾ കഴിഞ്ഞേ അതൊക്കെ അറിയത്തുള്ളൂ. ഉടുപ്പ് തേച്ചില്ലേ, 1 മിനിറ്റിനുള്ളിൽ അറിയും. ഉടുപ്പ് തേച്ചില്ലേ അച്ചോ, എന്താ തേക്കാൻ മറന്നുപോയി, കറണ്ടില്ലായിരുന്നോ, അച്ചോ തലമുടി ചീകിയിട്ടില്ല, ഓ മറന്നുപോയി. പ്രാർത്ഥിക്കാം ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാൻ മറന്നുപോയല്ലേ. പക്ഷെ എവിടെയെങ്കിലും ഒക്കെ ഒരു പ്രതിസന്ധി വന്ന് ഇടിച്ച് താഴെ വീണ് കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ നിയോഗം കിട്ടിയവൻ തലയെ തൊട്ടിട്ട് പറയും, പ്രാർത്ഥന കുറവുണ്ടല്ലേ. ദൈവത്തിൽ ആശ്രയിക്കാൻ ശരിയാണ്, പ്രാർത്ഥിക്കാൻ മറന്നുപോയെങ്കിൽ അത് കുറേ കഴിഞ്ഞേ പിടികിട്ടത്തുള്ളൂ. ചില ജീവിതത്തിൽ വന്ന ചില ഇടികളും ചില തകർച്ചകളും ചില ചുളിവുകളും ചില ഡിസോർഡറൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇയാൾ എവിടെയോ ദൈവത്തിൽ ആശ്രയിക്കാൻ മറന്നുപോയിട്ടുണ്ട്, ദൈവത്തെ ഓർക്കാൻ മറന്നുപോയിട്ടുണ്ട്. സങ്കീർത്തന വചനം പറയുന്നുണ്ട്, ദൈവത്തെ നീ മറക്കരുത്, ദൈവത്തെ നീ മറക്കരുത്, ദൈവത്തെ ഓർക്കണം. ദൈവത്തെ ഓർത്തുകൊണ്ട് വേണം ഓരോ ദിവസവും ആരംഭിക്കാൻ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുവാണ്. അത് ആ വചനം വായിക്കുമ്പോൾ സങ്കീർത്തനം 127 അധ്യായത്തിലെ ആദ്യ വാക്കൊന്ന് വായിച്ചേ. സങ്കീർത്തനം, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ എന്നൊരു വാക്കുണ്ട്. സങ്കീർത്തനം 127 അധ്യായത്തിലെ ഒരു വാക്യമാണ്. സങ്കീർത്തനം 127. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ. അപ്പോൾ ദൈവം വീട് പണിയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. ദൈവം എപ്പോഴേലും കട്ടയും സിമെൻറ്റും ഒക്കെ ചുമന്നുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു തേപ്പ് പണിക്കാരനെ പോലെ ദൈവം ഒരു വീട്ടിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ബൈബിൾ എഴുതിയിരിക്കുവാണ് ദൈവം വീട് പണിയൂന്ന്. അതെങ്ങനെയാണ്? ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം ഇടപെടുന്നത്. മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ഒരു ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഒരു സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷി ഭയങ്കര ഒരു അനുഗ്രഹമാണ്. 2.5 വർഷത്തോളം അത്രയേ സമയമായി ഭാര്യയും ഭർത്താവും നമ്പർ വരെ അവരുടെ ബ്ലോക്കാണ്. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും വ്യക്തതയില്ല. എവിടെയോ ഉണ്ട്, ജോലിയുണ്ടോ അറിയത്തില്ല. 2.5 വർഷത്തോളം മിണ്ടലില്ല, പറച്ചിലില്ല, ഒരു ബന്ധവും ഇല്ല. കുറച്ച് നാൾ അങ്ങനെ അങ്ങ് പോയി, വാശിയുടെ പുറത്തൊക്കെ അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ എല്ലാ ദിവസവും 2 പേർ 2 വീട്ടിലിരുന്ന് ഒരു നിയോഗത്തോടെ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുവാണ്. 2 പേരും മനസ്സിൽ വച്ച നിയോഗം ഞങ്ങളുടെ കുടുംബജീവിതം ഒന്ന് അനുഗ്രഹമാകണമെന്നാണ്. അറിഞ്ഞവരും കേട്ടവരും പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും പറഞ്ഞ് 2.5 വർഷമായില്ലേ, ഇത്രയും നാൾ വിളിച്ചിട്ടില്ല, ഒരു ബന്ധവുമില്ല. അതൊക്കെ പോയി. എല്ലാ ആളുകളുടെയും പ്രിയപ്പെട്ടവരുടെ അഭിപ്രായമാണ്, ഇനി അതിൻ്റെ പുറകെ പോകണ്ട, നീ കൂട്ടിയാൽ കൂടത്തില്ലത്. അങ്ങനെ ആയിരുന്നു. അതിനെ ഉപേക്ഷിച്ച ആ വിഷയം. ഇനി ഒരു മടങ്ങിവരവില്ലെന്നൊക്കെയാണ് അത് ചിന്തിച്ചത്. പക്ഷെ 2 പേരും യാദൃശ്ചികമായ ഒരു സാധാരണ വ്യക്തിയിലൂടെ, ദൈവദൂതനെ പോലുള്ള ഒരാൾ, അയാൾ പ്രാർത്ഥനക്കാരനോ വലിയ ശുശ്രൂഷകനൊന്നുമല്ല, ഒരു സാധാരണക്കാരൻ, അതിനകത്ത് യാദൃശ്ചികമായി ഇടപെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഈ പ്രശ്നം പരിഹരിച്ച് അവർ 2 പേരും ഒരു വീട്ടിലായി, അനുഗ്രഹമുള്ള കുടുംബമായി. അവർ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു, ഭാര്യ അറിയുന്നില്ല, ഭർത്താവ് ഈ നിയോഗത്തോടെ വചനം വേറൊരു വീട്ടിൽ ഇരുന്ന് കേൾക്കുന്നത്. ഭർത്താവ് ഒരിക്കലും ചിന്തിച്ചില്ല എൻ്റെ ഭാര്യ ഈ വചനം കേട്ടോണ്ട് അപ്പുറത്തൊരു വീട്ടിൽ ഇരിപ്പുണ്ട് എന്ന് ചിന്തിക്കുന്നില്ല. 2 പേരും ഒരു നിയോഗത്തോടെ 2 വീട്ടിലിരുന്ന്
അവരുടെ മനസ്സിനകത്തെ നിയോഗത്തെ ദൈവം ആശീർവദിച്ചു. ഹല്ലേലൂയ. ഇതാണ് ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. ആ വ്യക്തി തകർന്നു പോകേണ്ട സ്ഥാനത്ത് ആ വീടിനെ, ജീവിതത്തെ പണിതുയർത്തുന്നത് കണ്ടിട്ടുണ്ട്. ദൈവം ഇടപെടുന്നത് നിങ്ങൾ കാണും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ, ആ വചനം ഒന്ന് വായിച്ചേ. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ, അപ്പൊ വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്, വെറുതെ ആയി പോകും. എന്തെല്ലാം ചെയ്ത് കൂട്ടിയിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ ആ നിയന്ത്രണം ഒന്ന് കൊടുത്തേ. നിങ്ങളുടെ വീടിൻ്റെ നിയന്ത്രണം, നിങ്ങൾ ഓടിച്ചു വന്ന വാഹനത്തിന് ഡ്രൈവർ സീറ്റിൽ ഒരാളിരുന്നില്ലേ, അയാളാ തിരിച്ചത്, വളവ് വന്നപ്പോൾ മറിച്ച് ഇങ്ങോട്ടൊടിച്ചത്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ ഒക്കെ ഏതോ വിധം ചേർത്ത് നിങ്ങൾ ഇവിടം വരെ എത്തിച്ചത് ആ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന ഒരാളാണ്. ഇപ്പുറത്ത് നമ്മളെല്ലാം ഇവിടെ ഫോണൊക്കെ നോക്കി വിളിച്ച് മിണ്ടിയും പറഞ്ഞിരിക്കുവാൻ ഒരാൾ അവിടെ ഇരുന്ന് ഓടിച്ചു. ബസ്സായാലും കാറായാലും ഒക്കെ ഓടിച്ചോണ്ടാണ് വന്നേ. ആ ഡ്രൈവർ സീറ്റിൽ ഒരാളുണ്ട്, അയാളാവോ ഈ ചുരമെല്ലാം കയറി അല്ലെങ്കിൽ റോട്ടിൽ കൂടെ ഒക്കെ ഓടിച്ചുകൊണ്ട് വന്നേ. എൻ്റെ ആ ജീവിതത്തിൻ്റെ ഡ്രൈവർ സ്ഥാനം ദൈവത്തെ ഇരുത്തിക്കേ. എൻ്റെ കുടുംബത്തിൻ്റെ ആ ഡ്രൈവർ സ്ഥാനം, ആ സ്ഥാനത്ത് ദൈവത്തെ ഇരുത്തിയിട്ട് പറ, എൻ്റെ കുടുംബത്തെ നിയന്ത്രിക്കണമേ. എല്ലാ ദിവസവും പറയണം, എൻ്റെ തലമുറയെ അങ്ങ് നിയന്ത്രിക്കണമേ, എൻ്റെ കുടുംബ ജീവിതത്തെ അങ്ങ് നിയന്ത്രിക്കണമേ. ദൈവമാണ് ആ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ ആ ജീവിതം വളരെ മനോഹരമായി അത് സഞ്ചരിക്കാൻ തുടങ്ങും. അതിനൊരു ഭംഗി കൈവരാൻ തുടങ്ങും. ഹല്ലേലൂയ. അതിനകത്തുള്ള ഏത് കുറവുകളും പരിഹരിക്കപ്പെടാൻ തുടങ്ങും. കാരണം അതിനെ നിയന്ത്രിക്കുന്ന ആ ഡ്രൈവറിന്റെ സ്ഥാനത്തിരിക്കുന്ന ദൈവമാ. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവേ, ഈ ശുശ്രൂഷയുടെ നിയന്ത്രണം ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ശുശ്രൂഷകരുടെ നിയന്ത്രണം അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഈ ശുശ്രൂഷ അങ്ങ് നിയന്ത്രിക്കണമേ. ഡ്രൈവർ സ്ഥാനത്തിരുന്ന് ആ വാഹനത്തെ നിയന്ത്രിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭാവിയെ, എൻ്റെ തലമുറയെ, എൻ്റെ വിദ്യാഭ്യാസത്തെ, എൻ്റെ ബന്ധങ്ങളെ, എൻ്റെ ശുശ്രൂഷകളെ അങ്ങ് നിയന്ത്രിക്കണമേ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിയന്ത്രിക്കും. ദൈവം നിയന്ത്രിക്കുന്നുണ്ടാ ഈ ശുശ്രൂഷകൾ ഈ വിധത്തിലെങ്കിലും മനോഹരമാകുന്നേ. നമ്മളെ നിയന്ത്രിച്ചാൽ ഇപ്പം പാട്ട് വേണ്ട, ഇപ്പം പ്രസംഗം വേണ്ട, അങ്ങനെ പാടിയാൽ മതി, ഇങ്ങനെ പാടിയാൽ മതി, ഭയങ്കര സിസ്റ്റമാറ്റിക് ആവും. ദൈവം നിയന്ത്രിക്കുമ്പോൾ, ആത്മാവിൻ്റെ ഒരു നിയന്ത്രണം വരുമ്പോൾ അവിടെ ദൈവപ്രവൃത്തികൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയുടെ സമയം തന്നെ ചില വിടുതലുകൾ സംഭവിച്ചുകൊണ്ടായിരിക്കുന്നത്, ചില നന്മകൾ സംഭവിച്ചുകൊണ്ടായിരിക്കുന്നത്, ചില പ്രവർത്തികൾ ദൈവം ചെയ്തുകൊണ്ടായിരിക്കുന്നത്, ദൈവ സാന്നിധ്യം ചലിച്ചുകൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു വചനവുമായി ബന്ധപ്പെട്ടാണ്. ഈ വചനം കേൾക്കുമ്പോൾ ഇത് പ്രസംഗമായിട്ട് പറഞ്ഞാൽ ശരിയാകത്തില്ല. ഞാൻ ഈ വായിക്കുന്ന ഭാഗം, വചനം വായിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കണേ. ദൈവത്തോട് ബന്ധമില്ലാതെ, പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മയില്ലാതെ, വചനത്തോട് ബന്ധമില്ലാതെ, പ്രാർത്ഥനയോട് ബന്ധമില്ലാതെ എടുക്കുന്ന തീരുമാനങ്ങളും പ്രവൃത്തികളുമാണ് പലരെയും തോൽപ്പിച്ചു കളഞ്ഞത്. മിടുക്കന്മാരല്ലാഞ്ഞിട്ടൊന്നും, എല്ലാം വലിയ പുള്ളികളാണ്. എല്ലാവരും നല്ല കഴിവും ബുദ്ധിയും ലോകപരിചയവും അനുഭവം ഒക്കെ ഉള്ളവരാണ്. പക്ഷെ എടുത്ത തീരുമാനം പലതും ഇങ്ങനല്ല. കല്യാണമായാലും ബിസിനസ്സായാലും വീട് പണിയായാലും എടുക്കുന്ന തീരുമാനം അന്നേരം അങ്ങ് തോന്നുന്നത് ഒരു മാസം കൊണ്ട് അങ്ങ് എടുക്കുവാണ്. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ പോകല്ലേ. എടുക്കുന്ന തീരുമാനം എങ്ങനെ എടുത്തേ? ദൈവത്തോട് ബന്ധം നിലനിർത്തിക്കൊണ്ട്, പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയെ നിലനിർത്തിക്കൊണ്ട്, പ്രാർത്ഥനയോടുള്ള ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് വല്ല തീരുമാനം എടുത്തിട്ടുണ്ടോ? അതൊരിക്കലും പരാജയപ്പെടത്തില്ല. പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അത് വിജയിച്ചിരിക്കും. വളരെ വളരെ ബുദ്ധിമാന്മാർ തോറ്റിട്ടുണ്ട്. ഡോക്ടർമാർ, വലിയ പഠിച്ച് ഭയങ്കര ബുദ്ധിയുള്ള ഡോക്ടർമാർ, അവരുടെ ജീവിതത്തിൽ വളരെ ദയനീയമായി തോറ്റുപോയി. ഒരു ഡോക്ടറെ ആ സഹോദരൻ വിളിക്കുവാണ്, എടി പൊട്ടത്തിന്ന്. പൊട്ടത്തി ഒരാൾ ഒരിക്കലും ഡോക്ടറാകത്തില്ലല്ലോ. നല്ലതുപോലെ പഠിച്ച ഡോക്ടറാണ്, പക്ഷേ ലൈഫിലെടുത്ത തീരുമാനം വെറും പൊട്ടയാണ്. ആ തീരുമാനത്തെ ഓർത്ത് സ്വന്തം സഹോദരൻ വിളിച്ചു, നീ ഒരു പൊട്ടത്തിയായിപ്പോയല്ലോ.
സ്കൂളിൽ പോകാത്തവർക്ക് പോലും ഉണ്ടല്ലോടി ഇതിനേക്കാൾ ബുദ്ധി. നീ എന്ത് കണ്ടോണ്ടാണ് ഈ തീരുമാനം എടുത്തത്? ചില ആളുകൾക്ക് ബുദ്ധിയുണ്ട്, പക്ഷെ ദൈവത്തോട് ബന്ധമില്ല. ചെറിയ കാര്യമാകട്ടെ, ഇടത്തരമാകട്ടെ, വലിയ കാര്യമാകട്ടെ, ദൈവത്തോടുള്ള ബന്ധത്തിലെടുക്കുന്ന തീരുമാനം അത് നിന്നെ വിജയിപ്പിക്കും. ചില സമയത്തുണ്ടല്ലോ ആര് പറഞ്ഞാലും നമ്മുടെ തലയിൽ കയറത്തില്ല. എനിക്കൊരു കാര്യം നന്നായിട്ടറിയാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വാതിലുകളും ദൈവം നിനക്ക് തുറന്നു തരത്തില്ല. ചില വാതിൽ നിനക്ക് നിന്റെ മുമ്പിൽ ദൈവം അടയ്ക്കും. തട്ടിയാലും തുറക്കില്ല, മുട്ടിയാലും തുറക്കില്ല, കുത്തിയാലും തുറക്കില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും, ദൈവമേ ആ വാതിൽ അടഞ്ഞത് നന്നായല്ലോ, ആ തീരുമാനം ഞാൻ എടുത്ത് അത് മാറിയത്. എന്നോടൊരാൾ പിണങ്ങി കേട്ടോ, എന്നോടൊരാൾ എന്നോട് പിണങ്ങിയത് ഞാൻ ഇന്നലെ ഇവിടെ വന്നവരോട് സൂചിപ്പിച്ചു. എന്നോടൊരാൾ ദേഷ്യപ്പെട്ട് ഞാൻ വിളിച്ച് ചോദിച്ചു ആളോട്, നിങ്ങളെന്താണ് അധികം മിണ്ടാത്ത, എന്തെങ്കിലും വിഷമം ഉണ്ടായോ? ഞാൻ വിചാരിച്ചത് ഇവിടെയുള്ള ഏതോ ഒരു ശുശ്രൂഷകരുടെ പെരുമാറ്റം കൊണ്ടോ ഞങ്ങളുടെ ആരുടെയോ പ്രവൃത്തി കൊണ്ടോ ആൾക്ക് വിഷമം ഉണ്ടായോണ്ടാണ് ആൾ മിണ്ടാതെ പോയെന്നാണ് ഓർത്ത്. ഞാൻ വിളിച്ചു, നമ്പറൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഞാൻ വിളിച്ചു. നിങ്ങളെ കാണുന്നില്ല, സാധാരണ നിങ്ങൾ വന്നാൽ ഇവിടേക്ക് ഇരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ അദ്ദേഹം പിണങ്ങാനുള്ള കാരണം ഞാൻ പറഞ്ഞ ഒരു മെസ്സേജ് തെറ്റിപ്പോയതിൻ്റെ കാരണത്തിലാണ്. ഞാൻ പറഞ്ഞൊരു മെസ്സേജ് തെറ്റിപ്പോയി. അവർ ഒരു പഴയ വീട്ടിൽ, ഒരു സാധാരണ വീട്ടിൽ താമസിക്കുന്നവരാ. വലിയ ആഗ്രഹമായിരുന്നു ഒരു വീട് സ്ഥലവും, കുറച്ചുകൂടെ നല്ല വഴിയറമ്പിൽ ഒരു വീട് സ്ഥലവും. അങ്ങനെ ആ വീട് സ്ഥലമൊക്കെ കണ്ടു, അതിൻ്റെ പൈസ കൊണ്ടൊത്തു, എല്ലാം റെഡിയായി. അപ്പോൾ അവർക്കൊരു തോന്നൽ, ഇവിടെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ടൊരു തീരുമാനം എടുക്കാമെന്ന്. ഞാനിവർ ഇത്രയും ആഗ്രഹിച്ച് തീരുമാനമെടുത്ത് ഒക്കെ ഇരിക്കുന്നതാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അറിയുമായിരുന്നേ ഞാൻ വേറെ ഒരു കാര്യം പറയുള്ളായിരുന്നു. പക്ഷെ ഞാനന്ന് അവരോട് പറഞ്ഞു എന്നവർ പറയുന്നത്, ആ വീട് എടുക്കണ്ട, നല്ല വീട് ദൈവം തരും. അന്ന് തൊട്ട് അവരെന്നോട് പിണങ്ങി, ഇവിടെ വരികയായിരുന്നു. അവർ വീട്ടിലിരുന്ന് അന്ന് സന്ധ്യയ്ക്ക് പറഞ്ഞു, ഇനി നമുക്ക് പോകണ്ട, ആ വീട്ടിൽ ആ പള്ളിയിൽ പോകണ്ട, കാരണം ഇനി അത് നല്ലത് കൈയെത്തും ദൂരത്ത് വന്നേച്ചതങ്ങ് പോയി. പ്രാർത്ഥിക്കാൻ പോകണ്ട നന്നേ പറഞ്ഞല്ലേ, അതങ്ങ് എടുത്താൽ പോരായിരുന്നോ? അപ്പോൾ അവരെല്ലാം കൂടെ തീരുമാനിച്ചു, അങ്ങനെയാണ് ഇനി നമ്മൾ ഈ ധ്യാനത്തിന് ഇവിടെ പോവുകയേ വേണ്ട. അതാണ് അവർ, ഇതെന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല, അവർ തീരുമാനിച്ച് അവർ വരത്തില്ലായിരുന്നു. പക്ഷെ എനിക്കൊരു തോന്നൽ, എന്തോ വിഷമം ഇവർ വരാത്തത്. പിന്നീട് ഞാൻ വിളിക്കുന്ന സമയത്ത് അവർക്കൊരു ചമ്മലൊക്കെ ഉണ്ട്. കാരണം അവർ വേറൊരു സ്ഥലത്ത് പോയി ഒരു വീട് സ്ഥലവും കണ്ടു. അപ്പോൾ അത് കാണാൻ പോയപ്പോഴേ അയാളുടെ സുഹൃത്ത് പറഞ്ഞു, അത് നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അതിന് ഭയങ്കര പൈസയൊക്കെ വരും. ആ കാണുന്നതിന് പൈസയൊന്നും ആവശ്യമില്ലല്ലോ, പോയി കാണുന്നതിന് എന്താ കുഴപ്പം എന്ന് ചിന്തിച്ചു. കാണുന്നതിന് എന്താ കുഴപ്പമെന്ന് ചിന്തിച്ച് ആ കാര്യമാണ് പിന്നീട് അവർക്കൊരു നന്മയായി മാറിയത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ പ്രാർത്ഥനയിലെടുക്കുന്ന തീരുമാനം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലരോട് പറഞ്ഞാലും ഇഷ്ടപ്പെടത്തില്ല. പിന്നെ പുള്ളി ആരാ പറയാൻ, ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്, പുള്ളി ആരാ അതിനെക്കുറിച്ച് പറയാൻ, പുള്ളിക്ക് എന്നെ അറിയാം, പുള്ളിയാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? പുള്ളിയല്ല. ചിലപ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ ഇപ്പോൾ കണ്ടതിനേക്കാൾ നല്ല ഒന്നാണെങ്കിലോ നിനക്ക് ദൈവം കണ്ടത്. ഞാൻ കണ്ടതാകണമെന്നില്ല ദൈവം എനിക്ക് വേണ്ടി കണ്ടത്. മനസ്സിലായോ? ഞാൻ എനിക്ക് വേണ്ടി കണ്ടത് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നോട് പ്രാർത്ഥിക്കുന്ന ഒരാൾ പറഞ്ഞു, നീ ഒന്നും കൂടെ ആലോചിച്ചിട്ടൊക്കെ പോരെ. എന്താലോചിക്കാൻ? അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേറെ ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും കൂടെ ആലോചിച്ചു. എന്നായിക്കോട്ടെ. പിന്നീട് അവർ പറയുവാണ്, അന്ന് നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരി, അന്ന് എനിക്കിതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പല കാര്യങ്ങളും അങ്ങനെയാണ്. നിങ്ങൾ എന്തു തീരുമാനം എടുക്കുന്നോ, വേണ്ട വീടിൻ്റെ പറമ്പിൻ്റെ സൈഡിലുള്ള 5 സെൻറ്റ് ഭൂമി ഞാൻ കൊടുത്തേക്കാന്നുള്ള കാര്യമായിക്കോട്ടെ, വേണ്ട പഴയ വണ്ടി വിറ്റേച്ച് നമുക്കൊരു പുതിയ വണ്ടി എടുത്തേക്കാന്നൊരു കാര്യമാകട്ടെ, അതിനിപ്പോൾ ആലോചന ആവശ്യമുണ്ടോ? ദൈവത്തോട് ബന്ധമുള്ള ഒരു ആലോചനയും തീരുമാനവുമാണോ അത് നിനക്കൊരു അനുഗ്രഹമായിരിക്കും. ദൈവത്തോട് ബന്ധമില്ലാതെ എടുക്കുന്ന തീരുമാനമാണ് പലരെയും പരാജയപ്പെടുത്തിയത്. ആണോ അല്ലയോ? നിങ്ങൾ പറ, ചിന്തിച്ചിട്ടേ ഉത്തരം പറയാവുള്ളൂ. ഇപ്പം എന്നോട് പറയണ്ട, നിങ്ങളോട് പറഞ്ഞാൽ മതി. ദൈവത്തോട് ബന്ധത്തിലായിരുന്ന് എടുത്ത തീരുമാനമൊന്നും തോറ്റിട്ടില്ല, അത് ഭയങ്കര ബ്ലെസ്സിങ് ആയി മാറി. ചില കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ചിലരെന്നോട് പറഞ്ഞതാ വേണ്ടെന്ന്, പക്ഷെ എൻ്റെ തലയിൽ കയറിയില്ല. അങ്ങനെ പറഞ്ഞവരെ ഞാൻ 2 എണ്ണം പറഞ്ഞു.
നീ ആരാടാ തീരുമാനിക്കുക, എൻ്റെ കാര്യം എനിക്കറിയാം എന്നൊക്കെ ഞാൻ മനസ്സിലെങ്കിലും പറഞ്ഞ്, പിന്നെ നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്ന അർത്ഥത്തിലെടുത്ത്, പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നാ പറയാനാ, അന്ന് എനിക്ക് തലയിൽ കയറിയില്ല. ചില കാര്യങ്ങൾ ഇപ്പം നല്ലതായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അത് ഭയങ്കര വിഷമമായിരിക്കും. ചില കാര്യം ഇപ്പം കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അതിനെ ഓർത്ത് സന്തോഷിക്കും. സന്തോഷിക്കും. ഷാജൻ ബ്രദർ പറഞ്ഞില്ലേ, സന്തോഷത്തോടെയുള്ള ഒരു നൃത്തം വരെ ചെയ്യാൻ ഇടവരും. സന്തോഷത്തോടെ. ഹല്ലേലൂയ. ഒന്നുകൂടി വാക്യം കേട്ടെ. ദൈവത്തോട് ബന്ധമില്ലാതെ, പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മയില്ലാതെ, വചനത്തോട് ബന്ധമില്ലാതെ, വചനധ്യാനമില്ലാതെ, പ്രാർത്ഥനയോട് ബന്ധമില്ലാതെ എടുക്കുന്ന തീരുമാനങ്ങളും പ്രവൃത്തികളുമാണ് പലരെയും തോൽപ്പിച്ചു കളഞ്ഞതും പരാജയപ്പെടുത്തിയതും. എന്നാൽ ദൈവത്തോട് ബന്ധമുള്ള തീരുമാനമാണോ എടുത്തത്, പ്രതിസന്ധി ഉണ്ടേലും മറികടന്ന് മുന്നോട്ട് പോയി ജയിച്ചിട്ടുണ്ട്. പ്രതിസന്ധികൾ ഉണ്ടേലും മറികടക്കും. പ്രതിസന്ധികൾ ഉണ്ടേലും മറികടക്കും. വിശ്വാസത്തിൽ പറ, പ്രതിസന്ധികൾ ഉണ്ടേലും മറികടന്നു വരും. പ്രതിസന്ധികൾ ഉണ്ടേലും മറികടന്ന് വിജയിക്കും. പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും മറികടന്ന് വിജയിക്കും. കാരണം അത് ദൈവത്തോട് ബന്ധമുള്ള തീരുമാനമാണ്. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും കുറേ ആളുകളെങ്കിലും ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിയോഗ പ്രാർത്ഥന. എന്നോട് പലരും ചോദിച്ചു, എന്തുവാണ് ഇനി പുതിയൊരു പ്രാർത്ഥന? അത് വലിയ ആനകുതിര കാര്യമല്ല, അതൊരു വിശ്വാസമാണ്. നിയോഗത്തിൽ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുമെന്ന വിശ്വാസം. എല്ലാ ദിവസവും വചനം കേട്ട് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതിൻ്റെ വിശ്വാസമാണ്. ഒത്തിരി പേരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതും അഭിമാനത്തോടെ വന്ന് സാക്ഷ്യം പറയുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചുമ്മാ വന്ന് സാക്ഷ്യമല്ല, അഭിമാനത്തോടെ. ഏതു നാട്ടിൽ ചെന്നാലും രണ്ടുപേരേലും വരും, ഒരു സാക്ഷ്യം പറയാനുണ്ട് ഫാദർ, അത് വരുന്നത് അഭിമാനത്തോടെയാണ്. അഭിമാനത്തോടെ സാക്ഷ്യം പറയുന്നവരുണ്ട്. ഞാൻ അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട്. എന്നോട് വളരെ വലിയ വലിയ ബിസിനസ്സുകാരായ വലിയ ആളുകൾ, എനിക്കൊന്നും അവരോട് അടുത്ത് പോലും നിൽക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയോ ഗുഡ് മാനേഴ്സോ പോലും ഇല്ല. അവരുടെ വീട്ടിൽ ചെന്നാൽ ഭക്ഷണം കഴിക്കാൻ പോലും ശരിക്കും നമുക്കറിയത്തില്ല. അവർ പോലും എന്നോടൊരിക്കൽ പറഞ്ഞു, ഫാദറിനോട് ചോദിക്കാതെ പ്രാർത്ഥനയിൽ എടുക്കാതെ ഞങ്ങൾ ഒരു തീരുമാനം എടുക്കത്തില്ല കേട്ടോ എന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവർ എത്രയോ വലിയ വലിയ ആളുകളോട് ബന്ധമുള്ള ആളുകളാണ്. ഈ കുഴി കിടക്കണ എന്നോട് ചോദിക്കാൻ ഞങ്ങൾ ഒരു തീരുമാനം എടുക്കത്തില്ല. ഞങ്ങളുടെ ഒരു വലിയ ലോറിയുണ്ട്, വിൽക്കണോ വേണ്ടയോ എന്ന്. ഞങ്ങൾ വലിയ ലോറിയുണ്ട്, അത് വിൽക്കണോ വേണ്ടയോ. എനിക്ക് സത്യം പറഞ്ഞാൽ അവർ ഫോൺ വെച്ചപ്പോൾ എനിക്ക് ചില സമയത്ത് ചിരി വന്ന്. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചു, അത്രയും വലിയ ആളുകൾക്ക് വലിയ വലിയ വണ്ടിക്കാരുമായിട്ടും ആളുകളുമായിട്ട് ബന്ധമുണ്ട്, അത് വിറ്റായ പൈസയും കിട്ടും. പക്ഷെ ദൈവത്തോട് ബന്ധമുള്ള ഒരാളോട് ചേർന്ന തീരുമാനമെടുക്കുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ തുറന്നു പറഞ്ഞ് പ്രാർത്ഥന സ്വീകരിക്കാൻ ഒരാളേലും ഉണ്ടോ ജീവിതത്തിൽ? നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. ഒന്നുകൂടെ പറയാം. ഒരു വിഷമം വരുവാണ്, അപ്പം നമ്മുടെ മിത്രങ്ങൾ പോലും ചിലപ്പോൾ ഉള്ളിൽ പറയും, അവൻ അതല്ല, അതിനപ്പുറം വരും. അങ്ങനത്തെ ആൾക്കാർ നമുക്ക് വേണ്ട. ചില ആളുകൾ നമ്മുടെ സങ്കടം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കും ഒരു പ്രാർത്ഥനയിൽ. ചില സങ്കടങ്ങൾ തുറന്നു പറയാനും എന്നിട്ടൊരു പ്രാർത്ഥന സ്വീകരിക്കാനും ഒരാത്മീയ മനുഷ്യൻ നിൻ്റെ കൂട്ടിനുണ്ടോ? വീട്ടിലോ പുറത്തോ എവിടെയെങ്കിലും ഉണ്ടോ? എന്നാൽ നീ ഒരിക്കലും തോക്കത്തില്ല. ചിന്തിച്ച് നോക്കിക്കോ. തുറന്നു പറയാൻ പറ്റുന്ന മനുഷ്യൻ. ഒരാൾ പറഞ്ഞു, പലതരം പ്രശ്നങ്ങളാണ് മനുഷ്യർക്ക്. ചിലപ്പോൾ ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ തണലിൽ 10 മിനിറ്റ് വെറുതെ ഇരുന്നാൽ മതി, എൻ്റെ പ്രശ്നം പോവും. ചില ആൾക്കാർ പറയില്ലേ, ബ്രദർ എനിക്കും നിങ്ങളുടെ മെസ്സേജ് ഒന്നും വേണ്ട, ഞാൻ ഇവിടെ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ പൊക്കോളാം, ഞാൻ ഇവിടെ ഒരു 15 മിനിറ്റ് ഇരുന്നിട്ട് പൊക്കോട്ടെ, ഒന്നും പ്രാർത്ഥിക്കുകയൊന്നും വേണ്ടെന്ന് ഓർത്താൽ മതി. ചില മനുഷ്യർ നമ്മളെ ഓർത്താൽ മതി, അത് നമ്മുടെ വിടുതലാണ്. ചില മനുഷ്യർ നമ്മളോട് പറഞ്ഞാൽ മതി, പ്രാർത്ഥിക്കാൻ നീ ധൈര്യമായിട്ട് പൊക്കോ, നമുക്കൊരു ധൈര്യമാണ്. ചില മനുഷ്യരുടെ പ്രാർത്ഥനയുള്ള ചില മനുഷ്യൻ്റെ തണല് മതി നമ്മൾ രക്ഷപ്പെടാൻ. ഒരാളേലും വേണം കേട്ടോ അങ്ങനെ. എല്ലാം തുറന്നു പറഞ്ഞ് പ്രാർത്ഥന സ്വീകരിക്കാൻ പറ്റിയ ഒരാളേലും വേണം. കുറേ പൈസ ഉണ്ടാക്കണം, വീട് മേടിക്കണം, വലിയൊരു കാറ് മേടിക്കണം, ഒരാത്മീയ മനുഷ്യനെ കൂടി നേടിയെടുക്കണം. ഏത് സങ്കടം വരുമ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ സഹോദര, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അയ്യോ ഉറങ്ങാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഫോണിൽ കൂടെ ആണെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഓ അതിനെന്നാ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കഴിഞ്ഞ് ഫോൺ വച്ചപ്പം
എന്തോ ഒരു കാര്യം അങ്ങ് ജീവിതത്തിൽ നിന്ന് അങ്ങ് മാറിപ്പോയി. അങ്ങ് ആകാശം തെളിഞ്ഞതുപോലെ മനസ്സും ജീവിതമൊക്കെ അങ്ങ് മാറി. അങ്ങനെയുള്ളവനാ. കുറേ കോടീശ്വരന്മാർ, കുറേ പണമുള്ളവർ, പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ചില ആളുകൾക്കുണ്ട് എന്ത് കാര്യവും തുറന്ന് പറഞ്ഞ് പ്രാർത്ഥന സ്വീകരിക്കാൻ കഴിവുള്ളവർ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. എന്നിട്ട് ആ വചനത്തിൻ്റെ അടുത്ത അർത്ഥം ഒന്ന് പറയട്ടെ. ദൈവത്തോട് ബന്ധമില്ലാതെ, പ്രാർത്ഥനയോട് ബന്ധമില്ലാതെ ഒരു തീരുമാനവും എടുക്കരുത്. അത് അനേകരെ ദയനീയമായി തോൽപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞെ, വലിയ മിടുക്കന്മാർ വരെ ദയനീയമായി തോറ്റു. വളരെ വളരെ പരാജിതനായി മാറി. ഒരു നിമിഷം എന്നെ ഒന്ന് നിമിഷം എന്നെ നിങ്ങൾ ശ്രദ്ധിച്ച്. ഞാൻ ഇതിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ബിസിനസ്സുകാരനെ ഓർമ്മ വന്നു. ഈ വ്യാഴം വെള്ളി അല്ലാത്ത ഒരു ദിവസമേ ഇവിടെ പടിഞ്ഞാറത്തറയിലൊക്കെ പോയി എന്തോ ഒരു കാര്യത്തിന് വന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഈ നാട്ടുകാരനൊന്നുമല്ല, ഈ സംസ്ഥാനത്തുള്ള ആളുമല്ല, മലയാളിയാണ്. പക്ഷേ വേറൊരു സംസ്ഥാനത്ത് വലിയ ബിസിനസ്സുകാരനാണ്. പക്ഷേ അയാളെ കൂടെ നിന്ന ആളെ അയാളെ ചതിച്ച് വലിയൊരു കേസിൽപ്പെട്ട് ബിസിനസ്സും കോടികൾ തകർന്നുപോയി. അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, കോടികൾ മുടക്കിയാലും എൻ്റെ പ്രശ്നമൊന്നും ഇനി പരിഹരിക്കില്ല ചോ. കോടികൾ മുടക്കിയാലും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായി മാറി. എന്നാന്നറിയോ? കൂടെ കൂട്ടിയ ഒരാളാണ് അയാളെ ആ വിധത്തിൽ തകർത്തത്. വണ്ടിയുടെ താക്കോൽ അയാളുടെ കയ്യിൽ, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, പണം ഇടുന്നത്, ATM, A to Z, വീട്ടിലെ മകനേക്കാൾ സ്ഥാനമായിരുന്നു പുള്ളിക്ക്. ഇയാളുടെ ഭാര്യ എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾക്ക് അയാളെ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ ഇയാൾ തിരിച്ചു ചോദിക്കും, അതിനെന്താണ് ഇത്രയും നല്ലൊരു മനുഷ്യനെ നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, എനിക്കവനെ ഭയങ്കര വിശ്വാസമാണ്. പിന്നീട് അങ്ങ് തിന്ന് വയറും ചങ്കും എല്ലാം തിന്ന് ഈ കഴുത്തിൻ്റെ ഇവിടെ വരെ തിന്നാൻ തുടങ്ങിയപ്പോഴാണ് നോക്കിയപ്പം താഴത്തെ മുഴുവൻ ആൾ തിന്ന് തീർത്തു. അന്ധമായി ആരെയും വിശ്വസിച്ചേക്കല്ലേ. അന്ധമായി ചിലപ്പോൾ കൂടെ നിന്ന് കാല് തൊട്ട് തിന്നുകൊണ്ടിരിക്കുമായിരിക്കും. ശ്രദ്ധിച്ചോണം. അയാൾ പറയും, എൻ്റെ ഭാര്യ പലപ്പോഴും പറയുമായിരുന്നു അച്ചോ, അവനെ ഇച്ചിരി ശ്രദ്ധിക്കണം, അവനെ ഇങ്ങനെ വീട്ടിൽ കയറ്റി എല്ലാ വണ്ടിയുടെ താക്കോലും ബാങ്കും എല്ലാം അവനെ ഏൽപ്പിക്കുക. ഓടി അവിടുന്ന്. നിനക്ക് അവനെ അറിയാവോ? അവൻ എന്നെ അറിയും, ഭയങ്കര പുള്ളിയാണ്, അവൻ ഒറ്റയൊരുത്തനാണ്, സകലതും തകർത്തൊന്നുമില്ലാത്തവനാക്കി മാറ്റി. അയാൾ പറയുക, കോടികൾ മുടക്കിയാൽ എൻ്റെ പ്രശ്നമൊന്നും പരിഹരിക്കാൻ പറ്റത്തില്ല, അത്രയും തകർന്നുപോയി. ഇവിടെ ശ്രദ്ധിച്ചേ, ദൈവത്തോട് ബന്ധമില്ലാതൊരു തീരുമാനം എടുക്കരുതെന്ന് പ്രാർത്ഥിച്ചേ. പിള്ളേരൊക്കെ പുതിയ കോഴ്സൊക്കെ എടുത്ത് പഠിക്കാൻ പോവുക, ദൈവത്തോട് ബന്ധമുള്ള തീരുമാനങ്ങൾ. കല്യാണമൊക്കെ നടക്കാൻ പോവുക, പുതിയ വീട് വെക്കാൻ പോവുക, ദൈവത്തോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മയോട് ചേർന്ന് തീരുമാനമെടുക്ക്. പ്രതിസന്ധികളുണ്ടെങ്കിലും വിജയത്തോടെ മറികടക്കാൻ തുടങ്ങും. ലക്ഷ്യസ്ഥാനത്ത് നീ എത്തിയിരിക്കും. കാരണം ദൈവത്തിന്റെ വാക്കു കേട്ടാ തീരുമാനമെടുത്തത്. ഒരു നിമിഷം അടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുന്നതിന് മുമ്പ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം ഈ കാര്യങ്ങളെ വെച്ചൊക്കെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. കുറേ കാര്യങ്ങൾ കണ്ടു കേട്ട് മനസ്സിലാക്കി പോകുമ്പോൾ ദൈവമേ, പശു വീണ്ടയറുന്നത് പോലെ വീണ്ടും ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിച്ച് എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. എവിടെയൊക്കെയോ ചില തിരുത്തലുകൾ ആവശ്യമാണ്. ഇത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഇത് വിലയില്ലാത്തൊരു കാര്യമല്ല. നിങ്ങൾ എടുക്കുന്ന തീരുമാനം ഒന്നും പാളിപ്പോകാതിരിക്കാൻ, നിങ്ങൾ എടുക്കുന്ന തീരുമാനം ഒരിക്കലും ഒരു നഷ്ടത്തിൽ ചെല്ലാതിരിക്കുവാൻ, ആരുമാകട്ടെ നിനക്ക് പറ്റിയതാണോ എന്ന് ദൈവത്തോട് ആലോചിക്കണം കേട്ടോ. ആരുമാകട്ടെ നിനക്ക് പറ്റിയതാണോ എന്ന് നാട്ടുകാരോട് ആലോചിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് നീ പ്രാർത്ഥനയിൽ ആലോചിക്കണം. ചില മനുഷ്യരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഫാദർ, ഇതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചൊരു മറുപടി പറഞ്ഞിട്ടേ ഞങ്ങൾ അടുത്ത വാക്കു പറയുള്ളൂ. ചാടിക്കേറി അങ്ങ് ഇഷ്ടപ്പെടാൻ വരട്ടെ, ചാടിക്കേറി അങ്ങ് തീരുമാനമെടുക്കാൻ വരട്ടെ, ചാടിക്കേറി ആ പൈസ മുടക്കാൻ വരട്ടെ, ചാടിക്കേറി ആ വ്യക്തിയെ എടുത്ത് അകത്തോട്ട് വെക്കാൻ വരട്ടെ. ചാടിക്കേറിയൊന്നും എടുക്കല്ലേ. ചിലതൊന്നും നമുക്ക് പറ്റാത്തതാ. ചില കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്ന പോലെ ആ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകും. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചേ.
ജീവിതത്തിൽ ദൈവം ചേർത്തത്, ദൈവത്തോട് ബന്ധമുള്ള കർത്താവ് വീട് പണിയണം, എൻ്റെ ജീവിതത്തെ പണിയണം, എന്നാലേ അതിൻ്റെ അനുഗ്രഹത്തിൽ അത് നിലനിൽക്കത്തുള്ളൂ. എല്ലാവരും കർത്താവെ പ്രാർത്ഥിച്ച കർത്താവെ ഒരു അനുഗ്രഹം അനുഭവിക്കത്തക്ക വിധം എന്നെ ഇന്ന് അല്പം കൂടി ഉയർത്തി നിർത്തണമേ. ഒരു അനുഗ്രഹം ലഭിക്കത്തക്ക വിധം എൻ്റെ ജീവിതത്തെ ഇന്ന് ഉയർത്തണമേ. ഒരു അഭിഷേകത്തെ സ്വീകരിക്കാൻ കഴിയത്തക്ക വിധം എൻ്റെ ഭാവിയെ ഉയർത്തണമേ. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അനുഗ്രഹം കിട്ടാൻ എളുപ്പമാണ്, വേഗത്തിൽ കിട്ടും. എന്നാൽ ലഭിച്ച അനുഗ്രഹത്തെ നിലനിർത്തിക്കൊണ്ട് പോകാനാകും വലിയ പാട്. അതിനു വേണ്ടിയാ പ്രാർത്ഥിക്കണ്ടേ. അനുഗ്രഹം എത്രയോ പേർക്ക് ലഭിച്ചു, പക്ഷെ അവർക്കത് നിലനിർത്തിക്കൊണ്ടു പോകാൻ എവിടെയോ അയാൾക്ക് പറ്റിയില്ല. ലഭിച്ച അനുഗ്രഹത്തെ നിലനിർത്താൻ വേണ്ടി അധികം ആരും പ്രാർത്ഥിക്കാറില്ല. അനുഗ്രഹം പോരട്ടെ, അനുഗ്രഹം പോരട്ടെ, കൊട്ടപ്പിടി പോരട്ടെ, എൻ്റെ ജീവിതത്തിലേക്ക് വരട്ടെ. അത് കുറച്ച് ദിവസം കളയാനുള്ളതല്ല. അനുഗ്രഹം നിലനിർത്തിക്കൊണ്ടുപോകാൻ ഒരു കൃപ ലഭിക്കട്ടെ. രണ്ട് കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ദൈവത്തോട് ബന്ധമില്ലാത്ത തീരുമാനം അത് പരാജയത്തിലെത്തിക്കും. പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മയില്ലാതെ, ദൈവവചന ധ്യാനമില്ലാതെ, പ്രാർത്ഥനയോട് ബന്ധമില്ലാതെ എടുത്ത തീരുമാനം, എടുത്ത നിലപാടുകളാണ് പലരെയും തോൽപ്പിച്ചു കളഞ്ഞത്, പലരെയും പരാജയപ്പെടുത്തി കളഞ്ഞത്, പലരെയും നശിപ്പിച്ചു കളഞ്ഞത്, പലരുടെയും ഭാവി പോയത്, പലരുടെയും ബിസിനസ് പോയത്, പലരുടെയും ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ തകർന്നു പോയത്. ആ ഉയർത്തിയ കരങ്ങളോട് ശബ്ദം ഉയർത്തി, അധരങ്ങളെ തുറന്ന് സ്വരമുയർത്തി ജീസസ്, ഹല്ലേലൂയ, യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. ചേർന്ന് പാടാമോ? കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. ചേർന്ന് പാടുക. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. ഒന്ന് ചേർന്ന് പറഞ്ഞേ. കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം. കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെയാകും. കാവൽ വെറുതെയാകും. കാവൽ വെറുതെയാകും. ആമേൻ. ഇരിക്കാമോ? ഇരിക്കാം. ഹല്ലേലൂയ. ഇന്ന് കേട്ട ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫ് ലോങ് പ്രയോജനപ്പെടും. ഒത്തിരി ഉപകാരമുള്ളതാണ്. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ വചനത്തിലൂടെ ഇനി ഇത്രയും ഒരു ആമുഖം പോലെ അങ്ങ് പോയി. ദൈവത്തോട് ബന്ധമില്ലാതെ, പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മയില്ലാതെ, ദൈവവചന ധ്യാനമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ എടുക്കുന്ന തീരുമാനം അത് പരാജയപ്പെടുത്തും. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാതെ തീരുമാനം എടുത്താലോ ഈ സംഭവം അവിടെ നടക്കും. പ്രാർത്ഥനയില്ലാതെ തീരുമാനം എടുത്താൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ സംഭവിക്കാം. മരണം കിളിവാതിലിലൂടെ കടന്നു വരാം. ആ വാതിൽ അടയ്ക്കണം. അത് മരണം വരുന്ന വാതിലാണ്, തകർച്ച വരുന്ന വാതിലാണ്. എത്ര പറഞ്ഞാലും ചിലപ്പോൾ അത് മനസ്സിലാകത്തില്ല. ആത്മീയ മനുഷ്യൻ പറഞ്ഞു തരും, ആ വാതിൽ അടയ്ക്കേ. പിന്നെ ആ വാതിൽ എന്താ കുഴപ്പം? ആ വാതിൽ നല്ല ഒരു വാതിലാണല്ലോ, എന്താ കുഴപ്പം? അല്ല, ആ വാതിൽ നിനക്ക് ചേരൂല. അത് നല്ല വാതിലാണെന്ന് പലരും പറയും. ആത്മീയ മനുഷ്യൻ പറയും, ആ വാതിൽ അടയ്ക്ക്, അത് മരണം കയറി വരുന്ന വാതിലാണ്. നമുക്കത് മനസ്സിലാകില്ല. വായിച്ചേ, ഈ കൂട്ടായ്മ ഇല്ലാതെ തീരുമാനമെടുത്താൽ 14-ാമത്തെ വാക്യം സംഭവിക്കാം. അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട്. എന്നതാ വിതയ്ക്കുന്നത്?
അനൈക്യം. അനൈക്യം എന്ന് പറഞ്ഞാൽ ഐക്യമില്ലാത്ത അവസ്ഥ. ഇന്ന് നമ്മുടെ പല വീടുകളിലും സ്വരച്ചേർച്ചയില്ല. ഏറ്റവും കുറവ് സംസാരം നടക്കുന്നത് എവിടെയാണെന്നറിയോ? ഇന്ന് അധികം ആരും മിണ്ടത്തില്ല. വീടിൻ്റെ മുറ്റം വരെയും ഇഷ്ടം പോലെ മിണ്ടുന്നയാൾ വീട്ടിൽ കയറുമ്പോൾ സൈലൻ്റ് ആവും. പിന്നെ പതുക്കെ ചോദിച്ചതിന് മാത്രം ശരി നോക്കട്ടെ, എല്ലാം സേവ് ചെയ്ത പോലെ റെക്കോർഡ് ചെയ്ത പോലെ കുറച്ച് കാര്യമേ പറയുള്ളൂ. കാരണം പറയുന്നവർ പറയും എന്തേലും വീണാൽ പിന്നെ അതേ പിടിച്ച് വർത്താനവും വഴക്കുമാവും, മിണ്ടായിരുന്നാൽ കുഴപ്പമില്ലല്ലോ. ദൈവത്തോട് ആലോചനയും ബന്ധവും ഇല്ലാതെ തീരുമാനമെടുത്തു പോകുമ്പം വീട്ടിലായാലും ജീവിതത്തിലായാലും പിശാച് കയറി എന്ത് വിതയ്ക്കും? അനൈക്യം വിതയ്ക്കും. ഒന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടത്തില്ല. ഒരാൾ പറഞ്ഞ പോലെ ഒരു ദിവസം സമാധാനം ഉണ്ടേൽ അച്ചോ 5 ദിവസം വഴക്കാണ്. ഒരു ദിവസം സമാധാനത്തോടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഓർക്കും ഇതുപോലെ എന്നും ആയിരുന്നെങ്കിൽ എന്ന് തീരുമാനിക്കുന്നതിനും അവിടെ അടി വന്നു, അവിടെ വഴക്ക് തുടങ്ങി. തീരുമാനം ആഗ്രഹിച്ച് ഇതുപോലെയൊക്കെ ഒരു മാസമേലും ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു മാസം പോയിട്ട് നേരം വെളുക്കുമ്പോൾ തന്നെ വേറൊരു രൂപത്തിലാവുന്നത്. സ്വിച്ച് ഇട്ട പോലെ ആൾ മാറിയിരിക്കുന്നു. പ്രാർത്ഥനയോടെ നിൽക്കുന്നൊരു വീടാണോ ഒരനൈക്യവും പിശാചിന് വിതയ്ക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ അവൻ വിതച്ചിട്ട് പോവും. ഇഷ്ടക്കേട്, എന്തു പറഞ്ഞാലും വഴക്ക്, പെട്ടെന്ന് ദേഷ്യം, പെട്ടെന്ന് പ്രതികരിക്കുന്നു. പിന്നെ നമുക്ക് തോന്നും പറയണ്ടായിരുന്നു, വേണ്ടായിരുന്നു, പക്ഷെ കയ്യിൽ നിന്ന് പോയി. അനൈക്യം വിതയ്ക്കാതിരിക്കണമെങ്കിൽ ദൈവത്തോട് ബന്ധമുള്ളൊരു ജീവിതം വേണം, തീരുമാനം വേണം, കുടുംബം വേണം. അല്ലെങ്കിലോ പിന്നെ എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, ഞാൻ MA BEd ഡോക്ടറേറ്റ് വരെയുള്ള എന്നെയാണോ നിങ്ങൾ പഠിപ്പിക്കുന്നത്? ആരുമാകട്ടെ ദൈവത്തോട് ബന്ധമില്ലാതെ, പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മയില്ലാതെ, വചനധ്യാനമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, ബലിയോട് ചേർന്നു നിൽക്കാതെ എടുക്കുന്ന തീരുമാനം അനേകം മിടുക്കന്മാരെ പോലും വല്ലാതെ തോൽപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനൈക്യം വിതച്ചുകൊണ്ട് വഴി പിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു. എന്നാത്തിന് കളമൊരുക്കും? കളമൊരുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടത്തില്ലായിരിക്കും എല്ലാവർക്കും. ഈ വയനാടുമായി ബന്ധപ്പെട്ട് കാപ്പി അങ്ങ് പറിക്കാറാവുമ്പോഴത്തേക്ക് കളവ് ഒരുക്കും. കാപ്പി ഉണങ്ങാനുള്ള കളം, ഏലക്ക ഉണങ്ങാനുള്ള കള ഒരുക്കും. കാപ്പി മുളകൊക്കെ വെയിലത്തിട്ട് ഉണങ്ങാനുള്ള കളമുണ്ട്, സിമെൻ്റൊക്കെ ഇട്ട് കള ഒരുക്കും. ഇതുപോലെ നിങ്ങൾ ദൈവത്തോട് ബന്ധമില്ലാതിരിക്കുമ്പോൾ പല തകർച്ചയ്ക്കുമുള്ള കളം പിശാച് ഒരുക്കാൻ തുടങ്ങും. പല നഷ്ടങ്ങളും അതിനകത്ത് കൊണ്ട് വരാൻ തുടങ്ങും, പല വഴക്കുകളും ദേഷ്യവും. അങ്ങനെ ഒരു കള ഒരുക്കാതിരിക്കണമെങ്കിൽ ദൈവത്തോട് ബന്ധം വേണം. ആ ബന്ധം വർദ്ധിപ്പിച്ചേ മതിയാകൂ. ദൈവത്തോടുള്ള ബന്ധം, പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം വർദ്ധിപ്പിച്ചേ മതിയാകൂ. ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിച്ചേ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതൊരു പ്രാർത്ഥിക്കുന്നവനും വചനം പ്രസംഗിക്കുന്നവനും ആ കൗൺസിലറിനൊക്കെ പോരാ. ഏറ്റവും വലിയൊരു കഴിവാണ് ദൈവത്തോട് ബന്ധം വർദ്ധിക്കുന്നതിന് മുമ്പ് ഉണ്ടാകുന്നത്. അവൻ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടാവും. കാര്യം കൂലിപ്പണിക്കാരനായിരിക്കും, പക്ഷെ അവൻ ചിലപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവൻ മുൻകൂട്ടി കാണും. ഇന്ന് എല്ലാവർക്കും ഈ കഴിവ് വേണം. ഏത് കഴിവാ? ചില കാര്യങ്ങൾ കാണാതെ തന്നെ അങ്ങ് കാണാൻ പറ്റണം. ഇതിങ്ങനെ പോയാൽ അവിടെ എത്തുമെന്ന് മുൻകൂട്ടി കാണാനുള്ള കഴിവ് അത് പലർക്കും ഇല്ല. വന്നങ്ങ് നേരെ നെറ്റിക്കടിക്കുമ്പോൾ അയ്യോ എന്ന് വെക്കുന്നത്, അയ്യോ കണ്ടില്ല. മുൻകൂട്ടി ഒരു മനുഷ്യനെ കണ്ടാലും അയാളെ മുൻകൂട്ടി കാണാനുള്ള കഴിവ് വേണോ? ചില അമ്മമാർക്കതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ മകനോ മകളോ ചില ആളുകളോട് കൂട്ടുകൂടി അടുപ്പം ഉണ്ടായപ്പോൾ വീട്ടിൽ നിങ്ങൾ ബഹളം വെച്ച് വഴക്കുണ്ടാക്കിയത്. മോനെ നീ ആ വ്യക്തിയോട് കൂടണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മകനോ മകളോ ചോദിച്ചു, അതിന് മമ്മി എന്താണ് കുഴപ്പം? പക്ഷെ നിങ്ങൾക്ക് എവിടെയോ നിങ്ങൾ മുൻകൂട്ടി കണ്ടു ആ ബന്ധം കറക്റ്റ്. അത് ശരിയല്ല. അത് നിങ്ങൾക്ക് ദൈവം തന്ന കഴിവാണ്. ദൈവത്തോട് ബന്ധമുള്ളവൻ കാര്യങ്ങൾ മുൻകൂട്ടി കാണും. ചിലരെ ആ വ്യക്തിയുണ്ടല്ലോ 15 മിനിറ്റ് കൊണ്ട് അയാൾ പഠിച്ചിരിക്കും. വേണ്ട 20 മിനിറ്റ്, വേണ്ട 1/2 മണിക്കൂർ, വേണ്ട 1 മണിക്കൂറിനുള്ളിൽ ആ പുള്ളി ആരാന്ന് ആ മനുഷ്യൻ്റെ മനസ്സിൽ പിടികിട്ടും.
കൃത്യം 1 മണിക്കൂർ ഒരാളോട് സംസാരിച്ച് കഴിയുമ്പോഴേ ചിലർ പറയും, മനസ്സിൽ പറയും, പുള്ളി ചതിയനാ, അടുപ്പിക്കാൻ കൊള്ളത്തില്ല, ഉള്ളിലിരിപ്പ് ശരിയല്ല. ഇതിനോട് ആര് പറഞ്ഞു? ആരും പറയണ്ട, ആരും പറയണ്ട. പലർക്കും ഈ കഴിവില്ല. നമ്മൾ പറയും ദൈവത്തോടുള്ള ബന്ധമോ, എനിക്കെന്തിനാണ്? ദൈവത്തോട് ബന്ധമുള്ളവനെ ചതിക്കാൻ പാടാണ്. അവൻ അവിടെ വടിവെട്ടാൻ തുടങ്ങുമ്പോഴേ ചില പറയില്ലേ, നീ മരത്തെ കാണുമ്പോൾ ചില ആളുകളത് മാനത്ത് കാണും. പണ്ടുള്ള ആളുകൾ പറയുന്ന വാക്കാണ്, നീ മരത്തെ കാണുമ്പോൾ ഞാൻ നേരത്തെ നീ മരത്തേലേ കണ്ടിട്ടുള്ളൂ, നീ ഇവിടെ കണ്ടതേ ഉള്ളൂ, നീ കാണുന്നതിന് മുമ്പേ ഞാനത് കണ്ടതാണ്. കാണുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാർക്കും ഓരോ അപ്പച്ചന്മാർക്കും യുവാവ് യുവതി നിങ്ങൾക്ക് വേണമിത്. ചിലർ ചിരിച്ചുകൊണ്ട് വരും, ചിലർ മധുരവാക്കുകളുമായി വരും. നമ്മളൊക്കെ അങ്ങ് ചാടിക്കേറി അങ്ങ് വിശ്വസിച്ച് പോകും. ആരേലും നമ്മളോട് പറയുവാന്നിരിക്കട്ടെ, നിങ്ങൾ ഇച്ചിരി ശ്രദ്ധിക്കണം. പിന്നെ പുള്ളിക്ക് അസൂയ എന്ന് പറയും. പുള്ളിക്ക് എന്തോ അസൂയയല്ല, ചില മനുഷ്യർക്കത് മനസ്സിലാകും, അത് ശരിയാകത്തില്ല, അത് നിനക്കുള്ളതല്ല, അത് നിൻ്റേതല്ല, നീ അതെടുക്കണ്ട, കൈ പൊള്ളാം, കൈക്ക് നിനക്ക് പൊള്ളലേക്കുമ്പോൾ ഞെട്ടൽ നിനക്ക് ജീവിതത്തിൽ വരാം, നീ അതെടുക്കണ്ട. ദൈവത്തോടുള്ള ബന്ധം ഒരാളെയും തകർത്തിട്ടില്ല. പറഞ്ഞേ, ദൈവത്തോടുള്ള ബന്ധം ഒരാളെ തകർത്തിട്ട് പിന്നെയോ ആ മനുഷ്യനെ ആത്മീയമായും ഭൗതികമായും വളർത്തിയിട്ടേ ഉള്ളൂ. ഇതൊക്കെ അനുഗ്രഹമുള്ള കാര്യമാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്നുണ്ടല്ലോ പിന്നെ കുറേ കാശുണ്ടാക്കണം, വണ്ടി മേടിക്കണം, പിള്ളേരുടെ കല്യാണം അങ്ങ് നടത്തണം, ഡോക്ടറാകാൻ പോകണം, ഇത് മാത്രം ചിന്തിച്ചാൽ പോരാ. ഇപ്പുറത്ത് ചിന്തിക്കണം, ദൈവത്തോടുള്ള ബന്ധം, അതിലാ നിന്റെ അടിസ്ഥാനം, അതേലേ നീ വളരത്തുള്ളൂ. ഇല്ലെങ്കിൽ വളർന്നു കഴിയുമ്പോൾ ഡോക്ടറോട് സഹോദരൻ ചോദിച്ചു, നീ എന്ത് പൊട്ടത്തിയാടി, നീ ഡോക്ടറല്ലേ, എന്നിട്ട് പോലും നീ ഇത്രയും വലിയൊരു പൊട്ട തീരുമാനം. ഈ സ്കൂളിൽ പോകാത്തവർക്ക് പോലും അറിയാം ഇത് നീ എടുത്ത തീരുമാനം പൊട്ടയാന്ന്. ഡോക്ടറാണ് പോലും, പക്ഷെ ആളെടുത്ത തീരുമാനം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു പോലും എടുക്കത്തില്ലാത്ത ഏറ്റവും വലിയ പൊട്ട തീരുമാനവും. സഹോദരനാണ് വിളിച്ചത്, നീ എന്ത് പൊട്ടത്തിയാ. ശ്രദ്ധിച്ചില്ലെങ്കിൽ തിന്മ കയറി വിതച്ചിട്ട് പോകും. തിന്മ അവിടെ കളവൊരുക്കും. നിന്റെ തകർച്ചയ്ക്കുള്ളത് പലതും അവിടെ കൊണ്ട് ഒരുക്കും. നിന്റെ മകനെ മകളെ തെറ്റായ ബന്ധത്തിലേക്കും മദ്യത്തിലും മയക്കുമരുത്തിലും കൊണ്ട് ചാടിക്കുന്ന പല കളവും അവിടെ കൊണ്ട് ചാടിക്കും. അതിന് പകരം എന്നാ ചെയ്യാം? ദൈവത്തോടുള്ള ബന്ധം വർദ്ധിപ്പിക്കണം, പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മ വർദ്ധിപ്പിക്കണം. എന്നിട്ട് അടുത്ത വാക്യമോ, തന്മൂലം പെട്ടെന്ന് അവന്റെ മേൽ അത്യാഹിതം നിബന്ധിക്കും. ആ വാതിൽ അടയ്ക്കണം കേട്ടോ. അത്യാഹിതവും അനർത്ഥങ്ങളും തകർച്ചകളും മരണവും കടന്നു വരുന്ന വഴി അടയ്ക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള തകർച്ചയുടെ കിളിവാതിൽ നേരത്തെ കൂട്ടി അങ്ങ് അടയ്ക്കത്. അത് പ്രാർത്ഥനയിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമേ നിനക്ക് ആ വാതിൽ അടയ്ക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് ഇതേപോലെ സംഭവിക്കും. പെട്ടെന്ന് വന്ന് അത് നിന്റെ മേൽ പതിക്കും. നിമിഷത്തിനുള്ളിൽ അവൻ പ്രതിവിധിയില്ലാത്ത വിധം തകർന്നു പോകും, തകർന്ന് തോറ്റുപോകുന്നു. നിമിഷത്തിനകം 10 വർഷം കൊണ്ട് സമ്പാദിച്ചത് തകർന്നു പോകാൻ ഒരു ദിവസം മതി. 15 വർഷം ജീവിച്ച് നേടിയെടുത്ത സ്നേഹം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോകും. ഒറ്റ മിനിറ്റ് പോലും വേണ്ട തകർന്നു പോകാൻ. അങ്ങനെ ഒരു തിന്മയ്ക്കും കയറി കളിക്കാൻ പറ്റാത്ത വിധം, കള ഒരുക്കാൻ പറ്റാത്ത വിധം പ്രാർത്ഥനയിൽ ആ വാതിലങ്ങ് അടയ്ക്കണം. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്കുണ്ട്, ജെറമിയ 21 വാക്യം, മരണം നമ്മുടെ കിളിവാതിലിലൂടെ കയറി വരുന്ന ആ വാതിൽ കൊള്ളത്തില്ല. ഒന്ന് വായിച്ചേ ആ വാക്യം. ജെറമിയ 9:21 വായിച്ചേ. മരണം അപകടം, അനർത്ഥം നമ്മുടെ കിളിവാതിലിലൂടെ. അവിടെ ഒരു വാതിൽ തുറന്നാ കിടക്കുന്നത്. ആ വാതിൽ അടയ്ക്കണ എത്രയും പെട്ടെന്ന് അത് അടച്ചു. അയ്യോ ഇനി എന്നാ ചെയ്യും? നന്നായിട്ട് ദൈവത്തോടുള്ള ബന്ധം വർദ്ധിപ്പിച്ച് ആത്മാവിലൊന്ന് ആരാധിക്ക്. ഈ വചനം ആമേൻ പറഞ്ഞ് വിശ്വസിച്ച് ഏറ്റെടുക്ക്. ആ അനർത്ഥം വരുന്ന, തകർച്ച വരുന്ന, മരണം വരുന്ന, അനൈക്യം വിതയ്ക്കുന്ന ആ വാതിലുണ്ടല്ലോ, ദൈവം അതിനെ അടച്ചു പൂട്ടും. ഹല്ലേലൂയ. അതിന്ന് ഈ ദിവസം സംഭവിക്കണം.
ഒരനർത്ഥവും വരരുത്, ഒരു തിന്മയും വരരുത്. ഒരു വ്യക്തി പോലും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കരുത്, ഒരാളും വഴിതെറ്റിപ്പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത്. അനർത്ഥം കയറി വരുന്ന, മരണം കയറി വരുന്ന വാതിൽ നടക്കണം എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം വഴി ആ വാതിലൂടെ എവിടെ കയറും? നമ്മുടെ കിളിവാതിലൂടെ കയറി വരുന്നു. നമ്മുടെ കൊട്ടാരങ്ങളിൽ അത് പ്രവേശിച്ചു. കൊട്ടാരമാണേലും അതിനകത്ത് പ്രവേശിക്കും. കൊട്ടാരത്തിനകത്ത് പട്ടാളക്കാർ ആയുധങ്ങളുമായി, പട്ടാളക്കാർ കാവൽ നിൽക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ വാതിൽ അടച്ചു കളഞ്ഞില്ലെങ്കിൽ കൊട്ടാരമായാലും ഈ കിളിവാതിലിലൂടെ മരണം കയറി വരും, അനർത്ഥം കയറി വരും. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് വളരെ വളരെ ശ്രദ്ധിക്കണം. ഇത് അനുഭവത്തിൽ നിന്ന് ഉള്ളി തട്ടി പറയാൻ പോവുക. ക്ഷീണമുള്ളവരും വിഷമമുള്ളവരും എവിടെയായിക്കോട്ടെ എന്ന് കേൾക്കട്ടെ. ഇത് ഓൺലൈനിലൂടെ കേൾക്കുന്നവരും അറിയട്ടെ. നല്ല കാര്യം വരുമ്പോൾ ആ വാതിൽ നേരത്തെ കൂട്ടി അടച്ചോണം. അതുകൊണ്ടാണ് വിവാഹം ആലോചിക്കാൻ തുടങ്ങുമ്പോൾ, വിവാഹം നടക്കാൻ പോകുമ്പോൾ, കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനോട് പെണ്ണിനോടൊക്കെ ചിലർ പറയും, വണ്ടിയൊന്നും ഒറ്റയ്ക്ക് ഓടിച്ച് പോകണ്ട. എവിടെ പോവാ? നീ ആ ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ട് പോകും, ഒറ്റയ്ക്ക് നീ വണ്ടി ഓടിച്ച് പോകണ്ട. ഓർഡിനേഷൻ പട്ടം സ്വീകരിക്കുന്ന ആളുകളോട് അധികാരികൾ പറയും, ഓർഡിനേഷന് 2 മാസമേ ഉള്ളൂ, 2 മാസമല്ലേ ഉള്ളൂ, ബൈക്കൊന്നും ഓടിച്ച് ഒത്തിരി ദൂരമൊന്നും പോകണ്ട. ഇച്ചിരി ശ്രദ്ധിക്കണം. നല്ലത് വരുമ്പോൾ ഉണ്ടല്ലോ, കിളിവാതിലിലൂടെ മരണം കയറി വരും. നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ആവേശത്തിൽ ചാടിത്തുള്ളി ഭൂമിയിലും ആകാശത്തിലും വല്ലാതെ പറന്നു നടക്കുന്ന ഒരു സമയമാണത്. അപ്പോഴായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കാനോ ദൈവത്തോടുള്ള ബന്ധം ശ്രദ്ധിക്കത്തില്ല. വീട് പണി അങ്ങ് പൂർത്തിയാകാറായപ്പോഴാ ഒരു അനർത്ഥം ആ വീട്ടിൽ കയറി വന്നേ. എല്ലാം നല്ലതായിട്ടൊന്ന് വരാൻ പറ്റിയപ്പോഴാ ഒരു ദുർമരണം സംഭവിച്ചത്, ഒരപകടം സംഭവിച്ചത്. ഇങ്ങനെ ഒരു കിളിവാതിൽ എവിടെയൊക്കെയോ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചും ദൈവത്തോടുള്ള ബന്ധത്തിൽ ആഴം കൂട്ടിയും ആ കിളിവാതിൽ നേരത്തെ അടയ്ക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അയ്യോ, തകർച്ച വന്നതിന് ശേഷം നെഞ്ചത്ത് തല്ലി കാറിയിട്ട് കാര്യം, അയ്യോ അങ്ങനെ സംഭവിച്ചു, എന്തോ പ്രശ്നമുണ്ട്, നാളിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ആരോ കൂടോത്രം ചെയ്തിട്ടാ, ആരോ മന്ത്രവാദം ചെയ്തിട്ടാ, അയ്യോ അതുകൊണ്ടാ, അല്ല ഇങ്ങനെ ഒന്നും വരത്തില്ലായിരുന്നു, അല്ല നീ ആ കിളിവാതിൽ അടച്ചായിരുന്നോ? പല അനർത്ഥങ്ങളും സംഭവിക്കുന്നതിൻ്റെ പിറകിൽ മരണം കയറി വരുന്ന വാതിൽ തുറന്നു കിടപ്പുണ്ട്. തകർച്ചകൾ നല്ലതൊക്കെ വരുമ്പം നന്നായി ശ്രദ്ധിച്ചോണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. മക്കൾ അമേരിക്കയ്ക്ക് പോവുകയാണ്, കാനഡയ്ക്ക് പോവുക, ഇസ്രായേലിലേക്ക് പോവുക, അല്ലെ ഓരോ രാജ്യത്തേക്ക് പോവുക, രക്ഷപ്പെടാൻ പോവുക. ആ കിളിവാതിലൊക്കെ തുറന്നു കിടപ്പുന്നുണ്ടോയെന്ന് ഈ കണ്ണുകൊണ്ടല്ല, ആത്മാവിൻ്റെ കണ്ണുകൾ കൂടി കണ്ണടച്ച് കണ്ടുപിടിച്ച് ഒരു ചെറിയ പഴുതേലുകൊണ്ടേ അടച്ചോണം. അല്ലെങ്കിൽ നന്മ വരാൻ നേരത്ത് അന്നേരെ കയറി ഒരു തകർച്ച മോളി വന്ന് അതിനെ ഇല്ലാതാക്കി കളയും. എന്നിട്ട് പറയും, ഞങ്ങൾക്ക് എന്ത് കാര്യം വന്നാലും അന്നേരെ എന്തേലും സങ്കടം വന്നാൽ അതെല്ലാം അങ്ങ് പോവും. കിളിവാതിൽ ബൈബിൾ പറഞ്ഞു കേട്ടോ, മരണം കയറി വരുന്ന കിളിവാതിലുണ്ട്. അത് കൊട്ടാരത്തിൽ പോലും പ്രവേശിക്കുമെന്ന്. പിന്നെയാണ് നമ്മുടെ വീട്. കൊട്ടാരത്തിൽ എപ്പോഴും സെക്യൂരിറ്റി ഉണ്ട്. അവിടെ വരുന്ന പോകുന്ന ആൾക്കാരെയൊക്കെ സെക്യൂരിറ്റിയും ആളുകളും നോക്കിയൊക്കെ ആൾക്കാരെ വളരെ ഇൻ്റർവ്യൂ എടുത്ത് അകത്തോട്ട് കയറ്റത്തുള്ളൂ. ചുമ്മാ പോയി പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ നമുക്കൊന്നും കാണാൻ പോലും പറ്റത്തില്ല. നമുക്ക് കാണാൻ പറ്റുമോ? അത്രയും വലിയ സ്ഥാനത്തിരിക്കും പ്രധാനമന്ത്രിയെ കാണാൻ നമുക്ക് ആഗ്രഹിച്ചാൽ എത്രയോ കടമ്പകളുണ്ട്, എത്രയോ പേരെ കാണണം, എത്രയോ കടമ്പകൾ വളരെ സ്ക്രീൻ ചെയ്ത് വളരെ ടെസ്റ്റ് ചെയ്തിട്ടേ ഒരു 10 മിനിറ്റ് കാണാൻ പറ്റത്തുള്ളൂ. ഇതുപോലെയാണ് കൊട്ടാരത്തിൽ അത്രയും സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് പോലും പറയുവാണ്, മരണം കിളിവാതിലൂടെ കയറി വരാം. പിന്നെയാണോ നമ്മുടെ വീട്? പിന്നെയാണോ നമ്മുടെ കുഞ്ഞു ജീവിതം? എല്ലാ അമ്മമാരും ഇന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഓർക്കണം, ദൈവമേ, മരണം കയറി വരുന്ന കിളിവാതിലിനെ അങ്ങയുടെ നാമത്തിൽ അടച്ചു പ്രാർത്ഥിക്കുന്നു. ദുരന്തങ്ങളും ദുരിതങ്ങളും തകർച്ചകളും കയറി വരുന്ന വാതിലുകളെ അടച്ചു കളഞ്ഞോണം. ഓ, അടയ്ക്കാൻ എന്നാ ചെയ്യണ്ടേ? പ്രാർത്ഥന മാത്രമാണ് അതിൻ്റെ ആയുധം. ചിലർ പറയില്ലേ, ഈ കിളിവാതിലിലൂടെ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കും കേട്ടോ. ചില ആൾ പറയില്ല, എൻ്റെ കൊച്ചു ഇത്രയും നാൾ നല്ലതായിരുന്നു, പള്ളി പ്രാർത്ഥന എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പം എന്നറിയത്തില്ല, ഇപ്പം ദൈവവിശ്വാസം തന്നെ ഇല്ല, നിരീശ്വരവാദം പോലെയാ, എന്നറിയത്തില്ല. മരണം, അവൻ്റെ ആത്മീയ ജീവിതത്തെ കൊല്ലുന്ന മരണം ഏതോ കിളിവാതിലിലൂടെ കയറി അകത്തിരിപ്പുണ്ട്. അതാ ചിലർ പെട്ടെന്ന് സ്വഭാവത്തിൽ മാറില്ലേ. എന്നാ പറ്റിയോ? എൻ്റെ പിള്ളേരുടെ സ്വഭാവം മാറി, പണ്ടിങ്ങനായിരുന്നു ഇപ്പം ഇങ്ങനെയാണ്.
മരണം മാത്രമല്ല, തകർച്ചകൾ, നമ്മളെ നശിപ്പിക്കുന്ന, നമ്മളെ തകർക്കുന്ന പലതും കിളിവാതിലിലൂടെ കയറി വരാൻ സാധ്യതയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വാതിലും ദൈവം തുറന്നു കൊടുക്കത്തില്ല. ചില വാതിലുകൾ ദൈവം നമ്മുടെ മുമ്പിൽ അടച്ചു പൂട്ടി താക്കോല് നമ്മളെ തരും, നീ തുറക്കണ്ടത്, അതിലെ നീ പോകണ്ടെന്ന് പറയും. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ വിഷമാണേലും പിന്നീട് നമുക്കത് മനസ്സിലാകും, അതെന്തോ നന്മയ്ക്കായിരുന്നല്ലോ, അത് നന്മയ്ക്കായിരുന്നല്ലോ, അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തോടുള്ള ബന്ധത്തിൽ വേണം തീരുമാനമെടുത്താൽ ഒരു കിളിവാതിലിലൂടെയും ഒരു തകർച്ചയും കയറി വരത്തില്ല. കാരണം അത് ദൈവത്തോടുള്ള ബന്ധത്തിലെടുത്ത തീരുമാനമാണ്. അത് നിന്നെ വിജയിപ്പിക്കും, അത് നിന്നെ ഉയർത്തും, അത് നിനക്ക് മാന്യത നൽകും. ഒന്ന് കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, ഒന്നും കൂടെ അത് പറയാം. ദൈവത്തോടുള്ള ബന്ധം, പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ, ദൈവവചന ധ്യാനത്തിലൊക്കെ ഒരു തീരുമാനമെടുത്താൽ അത് സക്സസ് ആയിരിക്കും. വിശ്വസിക്കുന്നു? നിങ്ങളിപ്പോൾ കാണുന്ന ചിലരെങ്കിലും കാണുന്ന ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ, ഞാനിത് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് പേരോട് ചുമ്മാ ഫോൺ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്താൽ 99% ആളുകൾ പറഞ്ഞു അത് വേണ്ടച്ചോ, 5:30 ആരും എഴുന്നേക്കില്ല, അങ്ങനൊന്നും ആരും കാണത്തില്ലച്ചോ. പിന്നീട് അങ്ങനെ അവരുടെ വാക്കു കേട്ട് ഞാൻ ചെയ്യാതിരുന്നായിരുന്നെങ്കിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്, ദൈവം ആരോടും ചോദിച്ചിട്ടല്ല, ആരെയും പറഞ്ഞിട്ടുമല്ല, മെസ്സേജ് എടുത്തിട്ടുമല്ല, ദൈവത്തോടുള്ള ബന്ധത്തിലാണോ ആ തീരുമാനം നീ എടുത്തത്, അത് നിന്നെ ഉയർത്തും. ഒരു മരണവും ഒരു കിളിവാതിലൂടെയും പ്രവേശിക്കത്തില്ല. ചിലർ പറയില്ലേ, എൻ്റെ അപ്പുറത്തെ വീട്ടുകാർ കൂടോത്രം ചെയ്യുന്നോണ്ടാന്ന് തോന്നുന്നു. അവർ കൂടോത്രം ചെയ്യുന്നവർ കൂടോത്രം ചെയ്യട്ടെ, മന്ത്രവാദം ചെയ്യുന്നവരും മന്ത്രവാദം ചെയ്യട്ടെ, സ്നേഹിക്കുന്നവർ സ്നേഹിക്കട്ടെ, വെറുക്കുന്നവർ വെറുക്കട്ടെ, ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, അവരവിടെ ചെയ്യട്ടെ. ഞാനൊരു ഉദാഹരണം പറയാം. എന്തിനാ മഴ വരുമ്പോൾ കുടയെടുക്കുന്നത്? മഴയെ നിർത്താനോ അതോ നിങ്ങൾ നനയാതിരിക്കാനോ? നിങ്ങളിനി എത്ര കോടികളുടെ കുടയെടുത്താലും മഴയൊന്നും നിൽക്കാൻ പോകുന്നില്ല. 1 കോടി രൂപയുടെ കുട മേടിച്ചാലും നീർത്ത് പിടിച്ചാലും ഒരു മഴയും പെയ്യാതിരിക്കത്തില്ല. പക്ഷെ കുടയുണ്ടേൽ മഴ പെയ്താലും അത് നിന്നെ നനയ്ക്കുകയില്ല. അതിനാ കക്ഷത്തിലൊരു കുട, ബാഗിനകത്തൊരു കുട. മഴയെ നിർത്താനല്ല. ഈ കുട കൊണ്ട് എന്നാ അഭ്യാസം കാണിച്ചാലും ഒരു മഴ നിൽക്കാൻ പോകുന്നില്ല. പക്ഷേ എന്നാ മഴ പെയ്തോട്ടെ, മഴ എത്ര മണിക്കൂർ പെയ്തോട്ടെ, ഞാനിങ്ങനെ ചൂടി നിൽക്കുമ്പം ഒരു മഴയും എന്നെ നനയ്ക്കുകയില്ല. കൊടയെടുക്കുന്നത് മഴയെ നിർത്താനല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് മന്ത്രവാദിയുടെ മന്ത്രവാദം നിർത്താനല്ല. അയാൾ മന്ത്രവാദം ചെയ്യോ ചെയ്യാതിരിക്കോ ചെയ്യട്ടെ, അത് നിന്റെ മേത്ത് വരാതിരിക്കാൻ നിന്റെ കയ്യിൽ കുട പോലൊരു പ്രാർത്ഥന വേണം. നിന്റെ കയ്യിൽ ദൈവത്തോടുള്ള ബന്ധത്തിന്റെ കുട വേണം. ചുമ്മാ അലറിക്കാരഞ്ഞിട്ട് ബഹളം വെച്ചിട്ട് കാര്യമില്ല. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. ബൈക്ക് ഓടിക്കുന്ന ആളുകളോട് എന്തിനാ ഹെൽമെറ്റ് വെക്കാൻ പറയുന്നത്? അപകടം ഒഴിവാക്കാനാണോ അതോ അപകടം ഉണ്ടായാലും പുള്ളിയുടെ തലയ്ക്കൊന്നും പറ്റാതിരിക്കാനാണോ? ഹെൽമെറ്റ് വെച്ചു എന്ന് വിചാരിച്ച് വണ്ടി മറിയാതിരിക്കുമൊന്നുമില്ല. ഹെൽമെറ്റ് വെക്കുന്നത് വണ്ടി മറിയാതിരിക്കാനല്ല, വണ്ടി മറിഞ്ഞാലും ഒരു കുഴിയിലേക്ക് വീണാലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാലും നിന്റെ തലയ്ക്കൊന്നും പറ്റാതിരിക്കാനാണ്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രശ്നം ഉണ്ടാവുകയില്ലെന്നല്ല, പ്രതിസന്ധി ഉണ്ടാകുകയില്ലെന്നല്ല, നിനക്ക് ശത്രുക്കൾ ഉണ്ടാകുകയില്ലെന്നല്ല, ഉണ്ടായാൽ തന്നെ നിനക്കൊന്നും പറ്റാതിരിക്കാനാണ്. ഉണ്ടാവുമായിരിക്കും പ്രശ്നങ്ങൾ, നേരെ അസ്ത്രം പോലെ വരുമായിരിക്കും, മരണം കിളിവാതിലൂടെ വന്നെന്നിരിക്കും. പക്ഷെ നിനക്കൊന്നും പറ്റാതിരിക്കാൻ, നിനക്കൊന്നും സംഭവിക്കാതിരിക്കാൻ, നിന്റെ കുടുംബത്തിന് ഒരു ദോഷവും വരാതിരിക്കാൻ കുടയെടുക്കുന്നത് പോലെ, ഹെൽമെറ്റ് വെക്കുന്നത് പോലെ ചിലതൊക്കെ ധരിക്കണം. ഹല്ലേലൂയ. ഇന്ന് കേട്ട കാര്യങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഇന്ന് 2 വചനമാണ് കേട്ടത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ വേണം തീരുമാനമെടുക്കാൻ. ഇല്ലെങ്കിൽ അത് ചെന്ന് നിൽക്കുന്നത് ഇന്നല്ല, നാളുകളിൽ, വർഷം കഴിഞ്ഞ് ചെന്ന് നിൽക്കുന്നത് ഒരു കടുത്ത പരാജയത്തിലായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ എന്തിനാണ് കൗൺസിലിങ്ങിന് അടുത്ത് പോയത്, എൻ്റെ അടുത്ത് വന്നത്? പ്രാർത്ഥിച്ചു ചില തീരുമാനങ്ങൾ എടുക്കാൻ. ചിലപ്പോൾ അത് ഇഷ്ടപ്പെടത്തില്ല. പുള്ളി ആരാ എന്നോട് ഇത് പറയാൻ? പുള്ളി ആരാ? പുള്ളി മാനത്തുനിന്ന് പൊട്ടി വന്ന ആളാണോ? പുള്ളിയാണോ കാര്യങ്ങൾ തീരുമാനിക്കുക? ഞാൻ ആരുമല്ല, ഏതുമല്ല, ഒന്നുമല്ല. പക്ഷേ ദൈവം തരുന്ന വാക്കുകൾ അത് ചിലപ്പോൾ ദൈവവാക്കുകളാണ്. അതിനകത്ത് ദൈവത്തിൻ്റെ സ്വരമുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് പാടി ആരാധിച്ച് മഹത്വപ്പെടുത്തട്ടെ. ദൈവത്തെ ഒന്ന് ആരാധിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ
നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തകർച്ചകൾ വരുന്ന ആ കിളിവാതിലിനെ ഇന്ന് തന്നെ അടയ്ക്കണം. അത് കൊട്ടാരത്തിൽ പോലും മരണം പ്രവേശിക്കുന്ന, എത്ര സെക്യൂരിറ്റി ഉണ്ട്, പണമുണ്ട്, വീടുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, അതല്ല മുഖ്യം. അതല്ല മുഖ്യமான വിഷയം. അതല്ല. എന്താണ് മുഖ്യமான വിഷയം എന്നറിയാമോ? ആ വാതിൽ അടയ്ക്കണം. നേരത്തെ കൂട്ടി അടയ്ക്കണം. നിനക്കൊരു സന്തോഷവും ഒരു ഉയർച്ചയും വരുമ്പോഴായിരിക്കും ആ കിളിവാതിലൂടെ ഒരു തകർച്ച കയറി വരുന്നത്. ഓ എൻ്റെ ദൈവമേ, ഒരു നന്മ എനിക്ക് അനുഭവിക്കാൻ ഭാഗ്യമില്ലല്ലോ, അടുത്തെത്തിയപ്പോൾ ആരോ അത് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. ആ കിളിവാതിൽ അടയ്ക്ക്. അത് മരണം കയറി വരുന്ന വാതിലാണ്. അത് അനർത്ഥം കയറി വരുന്ന വാതിലാണ്. ഇവിടെയുള്ള ഏറ്റവും വലിയ നേതാക്കന്മാർക്ക് പോലും ആ കിളിവാതിലൊന്നും അടയ്ക്കാൻ പറ്റിയൊന്നും വരില്ല. പക്ഷേ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലർക്കത് പറ്റും. നിനക്ക് വേണ്ടി കരമുയർത്തുന്ന ചിലർക്കതിന് കഴിവുണ്ട്. ചില നിയോഗം കിട്ടിയവർക്ക് അതിന് കഴിവുണ്ട്. നിന്റെ മേലെ തുറന്നിരിക്കുന്ന മരണത്തിന്റെ ആ കിളിവാതിലെ അടയ്ക്കാൻ കഴിവുള്ള നിയോഗമുള്ളവരുണ്ട്. അടയ്ക്കാൻ കഴിവുള്ള നിയോഗം. ഒരു നിമിഷം എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ പറഞ്ഞില്ലേ, കോഴിക്കോട് നിന്ന് ഒരാൾ വണ്ടിയെ കയറി, വിലയുള്ള വണ്ടിയിൽ അതിനകത്ത് സ്പ്രേ ഒക്കെ വെച്ച് നല്ല സ്മെല്ലൊക്കെ ആ വണ്ടിക്കകത്ത്. ആ വണ്ടിയെ 2.25 മണിക്കൂർ യാത്ര ചെയ്ത് വടുവഞ്ചാൽ ഈ മുറ്റത്തെത്തി നിൽക്കോ, ഡോറ് തുറന്ന് വന്നപ്പോൾ അയാളുടെ വസ്ത്രത്തിലും ആ സ്മെല്ല് വന്നിരിക്കുന്നു. 2.25 മണിക്കൂർ വണ്ടിക്കകത്തിരുന്നപ്പോൾ ആ കാറിനകത്ത് വച്ചിരിക്കുന്ന ആ സ്പ്രേയുടെ സ്മെല്ല് അയാളുടെ വസ്ത്രത്തിൽ, അയാളിലും ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയവരെല്ലാം അതേ സ്മെല്ല്. ഇതുപോലെ ദൈവസ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ വചനം കേട്ടിരിക്കുന്ന ഒരു വണ്ടിക്കകത്തിരുന്ന് യാത്ര ചെയ്ത പോലെ 1.5 മണിക്കൂർ ഇങ്ങനെ പോവായിരുന്നു. അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പോലും അറിയാതെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ചില തകർച്ചകളൊക്കെ മാറിപ്പോകും. JCB ഓപ്പറേറ്റർമാരൊക്കെ ഇതിനകത്ത് കാണും. JCBക്ക് ഒരു വലിയ കൈയുണ്ട്. അതുകൊണ്ട് എടുത്തെടുത്ത് ഇങ്ങനെ കളയുന്നത് കണ്ടിട്ടില്ലേ? ആ മരത്തിൻ്റെ കുറ്റി, നമ്മൾ ആന പിടിച്ചാൽ പോലും പറിച്ചെടുക്കാത്ത കുറ്റിയൊക്കെ പറിച്ച് അങ്ങോട്ട് മൂലയ്ക്കും, ആ കല്ലെടുത്ത് അങ്ങോട്ട് വയ്ക്കും. ഞാൻ വിശ്വസിക്കുന്നത് ഇതുപോലൊരു കൈ ദൈവത്തിനുമുണ്ട്. നമ്മൾ ദൈവത്തിൽ എല്ലാം നിയന്ത്രണം കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, നിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്നതിനൊക്കെ ആ കൈ ഇങ്ങനെ എടുത്ത് പറിച്ച് മാറ്റി. ചില ബന്ധത്തെയൊക്കെ ഉണ്ട് നമ്മൾ ഇനി എന്നാ ചെയ്യും, ഇത് പ്രശ്നം, അതൊക്കെ ഈസി ആയിട്ട് എടുത്ത് മാറ്റിക്കളയും. ദൈവത്തിനൊരു കൈയുണ്ട്. അതാണ് ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നു. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുന്നു. ഞങ്ങളുടെ ഡ്യൂട്ടി എന്നാണെന്നറിയാമോ? നിങ്ങളുടെ കരത്തെ ദൈവകരത്തോട് ചേർത്തൊന്ന് വച്ചേക്കുക. ആ കൈകൾ പിടിച്ച് ദൈവത്തിന്റെ കരങ്ങളൊന്ന് വച്ചു കൊടുക്കുക എന്ന കുഞ്ഞു ജോലിയുള്ളൂ ഞങ്ങളുടേത്. ഞങ്ങളാരും വലിയവരോ അത്ഭുത പ്രവർത്തകരോ അല്ല. നിങ്ങളുടെ കരത്തെ ദൈവത്തിന്റെ കരത്തോടൊന്ന് ചേർത്ത് വയ്ക്കുക. കണ്ണുകൾ നടച്ചേ. എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന ചെറുതും വലുതുമായ ഒത്തിരി സഹനമുണ്ട്, വിഷമങ്ങളുണ്ട്, വേദനകളുണ്ട്. ഇന്നലെ ഇവിടെ വന്നവരോട് ഞാൻ പറഞ്ഞു, നമ്മുടെ മനസ്സിൻ്റെ വേദനയുണ്ടല്ലോ, ഈ എല്ല് പൊട്ടിയ വേദനയാണ്. ചിലപ്പം കൈയുടെ ആയിക്കോട്ടെ, കാലിൻ്റെ അണിവിരലിൻ്റെ ആയിക്കോട്ടെ, ആ എല്ലൊന്ന് ചെറുതായിട്ട് പൊട്ടിയാൽ എന്തോ ഒരു നീരാ, എന്തോ ഒരു വേദനയാ. എക്സ്റേ എടുത്തപ്പോഴാണ് അറിഞ്ഞത് പൊട്ടലൊന്നുമില്ല, ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുള്ളൂ. പക്ഷെ എന്തോ ഒരു വേദനയാ. ആ എല്ല് പൊട്ടിയ വേദനയുണ്ട്. ചിലപ്പോൾ നമ്മുടെ മനസ്സിന് ഉറക്കമില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ചിലരൊക്കെ പാതാളത്തോളം കുഴിയിലേക്ക് പോയ പോലെ. ചിലരുടെയൊക്കെ ജീവിതം ചെളിക്കുഴിയിലാണ്. ഇവിടുന്നൊക്കെ ഒന്ന് കരകയറാൻ ദൈവം നിന്റെ കരം പിടിക്കുന്നത് മനസ്സിലാകുന്നോ? നിന്റെ കരത്തെ ദൈവം ചേർത്ത് പിടിക്കുന്നത് എവിടെയൊക്കെയോ ഒന്ന് ഫീൽ ചെയ്യുന്നോ? ദൈവം ചേർത്ത് പിടിക്കുന്നുണ്ട്. എൻ്റെ നല്ല വിശ്വാസമാണ്, ചില സഹനങ്ങൾ ഒരു കവാടം പോലാണ്, ഒരു ഗേറ്റ് പോലാണ്. അതിലൂടെ നമ്മൾ കയറുന്നത് ഒരു അനുഗ്രഹത്തിലേക്കാണ്. കിളിവാതിലിലൂടെ മരണം കയറി വരുന്ന ഏതെങ്കിലും വഴികളുണ്ടെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചേ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, വീടിരിക്കുന്ന സ്ഥലത്തേക്ക് അനൈക്യം കയറി വരുന്ന, മരണം കയറി വരുന്ന സകല വാതിലുകളെയും യേശുവിൻ്റെ നാമത്തിൽ അടച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കണം. കാരണം കിളിവാതിലിലൂടെ കൊട്ടാരത്തിൽ പോലും മരണം പ്രവേശിക്കുമെന്നാണ്. അത് നിന്നെ നിമിഷങ്ങൾക്കകം തകർത്തു കളയുമെന്നാണ്. അത് പാടില്ല. ജീവിതത്തിൽ ദൈവാനുഗ്രഹം കിട്ടത്തക്ക വിധം ജീവിതത്തെ ഒന്ന് ഉയർത്തി സമർപ്പിച്ച് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് എന്നെ നിത്യതയോടടുപ്പിക്കും
എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർ പൂവോ, ശോധനയിൽ ചോളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി. ശബ്ദമുയർത്തി നാഥാ നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. സാന്നിധ്യം മതി. നാഥാ നിൻ 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 സാന്നിധ്യം മതി. സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾ, ഒത്തിരി യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങളൊക്കെ മാതാപിതാക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല നിലയിലെത്താൻ പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ നല്ല നിലയിലെത്തിക്കോണം. അതിനുവേണ്ടിയാ ദൈവം ഇവിടെ കൊണ്ട് ഇരുത്തിയേ. ഇത് പറയുന്നത് നിന്നെ കേൾപ്പിക്കാനാണ്. തകർന്നു പോകരുത്. മരണം പോലെ കയറി വരുന്ന ചില കിളിവാതിലുകളുണ്ട് ചില ജീവിതങ്ങളുടെ ചുറ്റും. ആര് പറഞ്ഞാലും ഇഷ്ടപ്പെടത്തൊന്നുമില്ല അതൊന്നും. പിന്നെ എന്നെ പഠിപ്പിക്കുമൊന്നും വേണ്ടെന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. ചിലരൊക്കെ നല്ല രാജ്യങ്ങളിൽ പോകാൻ പ്രാർത്ഥിക്കുന്നവരാ. ഒന്ന് പഠിക്കണം, ജോലി ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ദൈവത്തോടുള്ള ബന്ധത്തിൽ അതൊന്ന് പ്രാർത്ഥിച്ചേ. നീ മനസ്സിൽ കണ്ടെടുത്ത് നീ എത്തും. ഓ, എനിക്ക് അങ്ങനെയുള്ള വഴിയൊന്നും ഇല്ലല്ലോ, ഞങ്ങളെ കൊണ്ടുപോകാൻ ആരും ഇല്ലല്ലോ. നിനക്കൊരു ദൈവമുണ്ട്. നിന്റെ കൈ പിടിക്കുന്നൊരു ദൈവമുണ്ട്. നാടും നാട്ടുകാരും ഒക്കെ കുറെ ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമില്ല. 38 വർഷക്കാലം ബെത്സൈദ കുളക്കരയിൽ കിടന്ന രോഗിക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടായിരുന്നു. ആ കൈ പിടിച്ച ആ വെള്ളത്തിലിറക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? 38 വർഷമായി പെട്ട് കിടക്കുമല്ലായിരുന്നു അവിടെ. ആരും ഇല്ലായിരുന്നല്ലോ. അത് തന്നെയല്ലേ പുള്ളി പറഞ്ഞു, എനിക്കാരുമില്ല, എനിക്കാരുമില്ല എന്ന് പറയുന്നവൻ്റെ കൂടെ ആ ദൈവം നിൽക്കുന്നത്. എപ്പോഴേലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, പക്ഷെ എന്നാലും ആരുമില്ലാത്ത പോലെ നിനക്കൊരു ദൈവമുണ്ട് കുഞ്ഞെ. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റൊരു ദൈവമുണ്ട് നിനക്ക്. വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആ സങ്കീർത്തന വചനം പറ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല. അങ്ങനെ ഒരു പാട്ട് തന്നെയുണ്ട്. യഹോവയാം ദൈവമൻ ഇടയനത്രേ. ആ വചനമാ പാടുന്നേ. ഇഹത്തിലെനിക്കൊരു കുറവുമില്ല പറഞ്ഞേ. യഹോവയാം ദൈവമൻ ഇടയനത്രേ. ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളം പുല്ലിൽ മൃദുശയ്യകളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വച്ഛതയാർന്നോരുറവിങ്കലേക്ക്
അവൻ എന്നെ നടത്തുന്നു, പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാൽ ഞാൻ ഒരനർത്ഥവും ഭയപ്പെടില്ല. ഉന്നതനോട് കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ആശ്വാസം തൻവടിമേൽ. അവസാനം പാടിയ പാട്ടാ പറഞ്ഞുറപ്പിക്കേണ്ടത്. ഉന്നതൻ എന്നോട് പറഞ്ഞു, ഉന്നതനോട് കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ആശ്വാസം തൻവടിമേൽ. രണ്ട് കരങ്ങളെ ഉയർത്തി ജീവിതത്തിന് ചുറ്റും, കുടുംബത്തിന് ചുറ്റും, എൻ്റെ ഭാവിയുടെ ചുറ്റും എവിടെയെങ്കിലും മരണമോ തകർച്ചയോ പരാജയമോ അനർത്ഥങ്ങളോ ദുർമരണങ്ങളോ അനർത്ഥങ്ങളോ കയറി വരുന്ന ഒരു കിളിവാതിൽ ഇന്നും തുറന്നായിരിക്കുന്നെങ്കിൽ പ്രാർത്ഥന കൊണ്ട് അത് അടച്ച്, പ്രാർത്ഥന കൊണ്ട് അത് അടച്ച് ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചു, അടച്ച് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനൈക്യം വിതയ്ക്കുന്ന പിശാചിന് കയറി വരാൻ കഴിയാത്ത വിധം ആ വാതിലിനെ അടച്ചു പ്രാർത്ഥിക്കുന്നു, ആ കിളിവാതിലിനെ അടച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇരിക്കാം. ഹല്ലേലൂയ. എന്നും കഷ്ടതയല്ല, എന്നും കണ്ണുനീരല്ല, എന്നും പരാജയമല്ല. ഇരുട്ടിത്തെളിയുന്ന പോലെ ജീവിതവും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ തെളിഞ്ഞു വരും. ആമേൻ. പരമദിവ്യകാരുണ്യശോയ്ക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇന്ന് പ്രാർത്ഥിക്കാൻ വന്ന, ഇന്നലകളിലും ഇന്നുമായി ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന എല്ലാ വ്യക്തികളെയും ഈ അൽത്താരയോട് ചേർത്ത് നിർത്തുന്നു. നമുക്കൊന്ന് കണ്ണുകളടച്ച് ഏതു കാര്യമാണ് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, ആ ഏൽപ്പിച്ചു കൊടുത്തത് ഒരു അത്ഭുതമായി മാറും. അത് ജീവിതമാകാം, നിയോഗമാകാം, ഒരാവശ്യമാകാം, ഒരു രോഗകാര്യമാകാം. അത് നിയോഗത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം ഇടപെടുന്നത്, അനുഭവിച്ചിട്ടുണ്ട് ദൈവം പ്രവർത്തിക്കുന്നത്. ഇന്ന് പ്രാർത്ഥിക്കാൻ വന്ന ചിലരുടെ കരങ്ങളിലെങ്കിലും ആ നിയോഗത്തെ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് വരും. ഇന്ന് നിങ്ങൾ കേട്ട വചനം എത്ര പരാജയത്തിലിരുന്നായിക്കൊള്ളട്ടെ കേട്ടത്, എവിടെയോ അതിനൊരു വഴിത്തിരിവ് ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് ഓർത്തേ. എന്ത് സന്തോഷത്തെ കെടുത്തിക്കളയുന്ന, മരണം പോലെ കയറി വരുന്ന, കിളിവാതിലിലൂടെ കയറി വരുന്ന അനർത്ഥങ്ങളുണ്ട്. എല്ലാം ഒന്ന് സന്തോഷമായിട്ട് വരുമായിരുന്നു, അന്നേരമുണ്ട് ഒരനർത്ഥം, ഒരു പരാജയം, ഒരു രോഗം ആ കിളിവാതിലിലൂടെ കയറി വരുന്ന. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തെ പറഞ്ഞിട്ടുണ്ട്, കിളിവാതിലിലൂടെ മരണം രാജകൊട്ടാരത്തിൽ വരെ പ്രവേശിച്ചു. അത്രയും സെക്യൂരിറ്റിയുള്ള, അത്രയും സുരക്ഷിതത്വമുള്ള കൊട്ടാരത്തിൽ പോലും ആ മരണം കയറി ചെന്നു. പ്രിയപ്പെട്ട എല്ലാ വ്യക്തികളും പ്രാർത്ഥിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടായി വരുമ്പോൾ, ഒരു സന്തോഷം ഉണ്ടായി വരുമ്പോൾ അനർത്ഥങ്ങളൊന്നും കയറി വരാതിരിക്കാൻ, പരാജയം കയറി വരാതിരിക്കാൻ, നഷ്ടം കയറി വരാതിരിക്കാൻ ആ എല്ലാ തകർച്ചകളുടെയും ആ വാതിലിനെ അടച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു, ആരാധിക്കാൻ പോവുകയാണ്, ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് തകർച്ചകൾ കയറി വരുന്ന, അനർത്ഥങ്ങൾ കയറി വരുന്ന, പരാജയങ്ങൾ കയറി വരുന്ന, തടസ്സങ്ങളെ സൃഷ്ടിക്കുന്ന എല്ലാ കിളിവാതിലിനെയും യേശുവിൻ്റെ നാമത്തിൽ അടച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം.
ചില വ്യക്തികൾ ചിലതെല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, ചില നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ്. കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് 2 കരങ്ങളെയും നമുക്കൊന്ന് ഉയർത്താം. നന്നായി ഒന്ന് പാടി ആരാധിക്കാൻ ഒരുങ്ങുകയാണ്. കർത്താവ് ഏതെല്ലാം ജീവിതത്തിൽ വിടുതൽ ആവശ്യമുണ്ടോ, ഇവിടെ ദൂരെ നിന്ന് വന്നിട്ടുള്ളവരെ, സമീപത്ത് നിന്നുള്ളവരെ, പ്രിയപ്പെട്ടവരെ, അയൽക്കാരെ, ദേശക്കാരെ എല്ലാവരെയും ഓർക്കുന്നു. വിവിധ ദേശങ്ങളിൽ നിന്ന് അവരുടെ കൂടെ വാഹനത്തിൽ വന്നവർ, എല്ലാ ദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ, ബസ്സിന് വന്നിട്ടുള്ളവർ, കർത്താവ് അവരെ ഈ വീട്ടിലെ അംഗങ്ങളെ പോലെ കണ്ടുകൊണ്ട്, പ്രിയപ്പെട്ടവരായി കണ്ടുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ അപ്പച്ചന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ കുടുംബസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് എഴുതി വച്ച സകല നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൽക്കുരിശിൽ എണ്ണ ഒഴിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിയോഗത്തിരി മേടിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിയോഗ കൊന്ത കൈകളിൽ ഏന്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിയോഗം സ്വീകരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കരങ്ങളെ ഉയർത്തി അധരങ്ങളെ തുറന്ന് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീസസ് ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വരമുയർത്തി എല്ലാവരും വിളിച്ച് യേശുവേ, ജീസസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. കരങ്ങൾ ചേർത്തടിച്ച് എല്ലാവരും ചേർന്ന് ആരാധന ആരാധന ഒരുമിച്ച് പാടാം. സ്തുതി ആരാധന ആരാധന ആമേൻ. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും ചേർന്ന് പ്രദോഷത്തിലും പിതാവിന് ആരാധന. ആമേൻ. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. അതുകൊണ്ട് ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, ആത്മനാഥനെ അങ്ങേ ആരാധിക്കുന്നു. പറയാമോ? പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, ആത്മനാഥനെ അങ്ങേ ആരാധിക്കുന്നു. ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടി അങ്ങേ ആരാധിക്കുന്നു. ജീവദാതാവേ അങ്ങേ ആരാധിക്കുന്നു, വഴികാട്ടി അങ്ങേ ആരാധിക്കുന്നു. ഉയർത്തിയടിച്ച് ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. കരങ്ങളൊന്ന് വീശി പാടി ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. കരങ്ങൾ താഴ്ത്തിയടിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും, പുറകിൽ നിൽക്കുന്നവർ, നടുഭാഗത്ത് നിൽക്കുന്നവർ, ഫ്രണ്ടിൽ നിൽക്കുന്നവർ, സൈഡിൽ നിൽക്കുന്നവർ, ഈ ശബ്ദം കേൾക്കുന്നവർ എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു, ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു, ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു. മഹോന്നതനെ അങ്ങേ ആരാധിക്കുന്നു, അത്യുന്നതനെ അങ്ങേ ആരാധിക്കുന്നു. മഹോന്നതനെ അങ്ങേ ആരാധിക്കുന്നു, അത്യുന്നതനെ അങ്ങേ ഉയർത്തിയടിച്ച് ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. പാടാമോ? ആരാധന ആരാധന കരങ്ങൾ വീശി ഒന്ന് പാടി ആരാധന 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 സ്തുതി ആരാധന. ചേർന്ന് വിളിക്കുന്നു യേശുവേ, ജീസസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. എല്ലാ കണ്ണുകളും
ഈ പരിശുദ്ധ കുർബാനയിലേക്ക് സാധ്യമെങ്കിൽ നോക്കുക. അസൂയയില്ലാതെ, സ്വാർത്ഥതയില്ലാതെ കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് ഭയങ്കര വിലയുണ്ട്. അസൂയയില്ലാതെ, പിണക്കമില്ലാതെ, ഞാനാണോ വലുത്, പുള്ളിയാണോ വലുത്, അതെല്ലാം മാറ്റിവെച്ച് സത്യസന്ധമായി ഒരു നേർച്ചയോടെ പ്രാർത്ഥിച്ച് എൻ്റെ ഒരു സാക്ഷ്യം എനിക്കിന്ന് പറയണം. എത്ര പേരാ അരമണിക്കൂർ കൊണ്ട് സാക്ഷ്യം പറഞ്ഞത്? അതൊക്കെ പറയിപ്പിക്കേണ്ട പോലെയാ പറയിപ്പിച്ചാൽ ഇപ്പോഴും തീരത്തില്ല. സാക്ഷ്യം ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം ദൈവപ്രവർത്തിക്കുന്നു എന്നർത്ഥം. ദൈവപ്രവൃത്തി അതിനകത്ത് നടന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒത്തിരി സാക്ഷ്യങ്ങളുള്ളവരുണ്ട് ഇതിനകത്ത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഉണ്ടാകട്ടെ. ഈ കാര്യങ്ങളൊന്ന് ഓർത്തേ. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ദൈവത്തിലുള്ള വിശ്വാസവും ആ ആശ്രയത്വവും നഷ്ടപ്പെട്ടിട്ടില്ലേ, നീ എല്ലാം നേടിയെടുക്കും. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ദൈവത്തെയും ദൈവത്തിലുള്ള വിശ്വാസവും നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം നേടിയെടുക്കും. ബാക്കി എന്തു നഷ്ടങ്ങളും അത് വിട്. ആ നഷ്ടങ്ങൾ എല്ലാവരും ഒന്ന് വിശ്വാസത്തോടെ ഞാൻ നേടിയെടുക്കും. ദൈവത്തിൻ്റെ വചനം പോലെ അത് സ്വീകരിച്ച് ആ നഷ്ടത്തിൽ നിന്ന് ഞാൻ കര കയറും. അത്രയും വലിയൊരു പടുകുഴിയിലായി ഇന്ന് കിടക്കുന്നതിലും നീ രക്ഷപ്പെടും. കാരണം ദൈവത്തെ നീ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ദൈവത്തിലുള്ള ആശ്രയത്വം കളഞ്ഞിട്ടില്ല. ആ ബന്ധം നീ കളഞ്ഞിട്ടില്ല. അതാണ് സകലതും തിരിച്ച് പിടിച്ചെടുക്കാൻ കാരണമാകുന്ന ഒന്നായി മാറുക. ഇന്ന് നിയോഗം സമർപ്പിച്ച 332 പേരുണ്ട്. ഇന്നലെ സമർപ്പിച്ച് 285 പേരുണ്ട്. നിയോഗം പ്രത്യേകമായി സമർപ്പിച്ചവരെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കുവാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക. അല്പനേരം നിന്നുകൊണ്ടാണേലും ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചേ. നിയോഗങ്ങളിൽ ഏറ്റവും ആദ്യവും ഏറ്റവും കൂടുതലും എണ്ണത്തിലേതെന്നറിയാമോ? ലഹരിയിൽ നിന്നുള്ള മോചനമാണ് 1ാം നമ്പർ ഇട്ട് എഴുതിയിരിക്കുന്നത്. എത്ര കുടുംബങ്ങളാണ്, എത്ര മക്കളെ ഓർത്താണ് ഇതിനകത്ത് ഭാരപ്പെട്ടിരിക്കുന്നത്. ലഹരിക്ക് അടിമപ്പെട്ടു പോയ സാഹചര്യം, എത്ര കുടുംബ ബന്ധങ്ങളാണെന്നറിയാമോ പരാജയപ്പെട്ടു പോയത്. എത്ര അമ്മമാരാ പറയുന്നത്, എൻ്റെ മകൻ്റെ വിവാഹം നടക്കണ്ട, കാരണം അവൻ ലഹരിക്ക് അടിമയാണ്. അവൻ കല്യാണം കഴിച്ചാൽ ഒരു പാവപ്പെട്ട പെണ്ണിൻ്റെ കണ്ണുനീര് എൻ്റെ വീട്ടിൽ വീഴുന്നത് ഞാൻ കാണേണ്ടി വരും. സന്തോഷത്തോടെയൊന്നുമല്ല അതൊന്നും പറയുന്നത്, വേദനയോടെ പറയുന്ന കാര്യമാണ്. ഞാൻ കേട്ട കാര്യമാണ്. ലഹരിക്കടിമയായ ആരുമാകട്ടെ, ഇപ്പോൾ അവരെ ഈ ദിവ്യകാരുണ്യത്തിലേക്കൊന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ വ്യക്തിയെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്ന ആ ചെങ്ങല പൊട്ടിച്ചു കളയണമെന്ന് ആ വ്യക്തി ആർത്തിയിലും ചതിയിലുമൊക്കെ ചാടിച്ച് മദ്യത്തിലും മയക്കുമരുന്നിനും കൊണ്ടക്കൊടുത്തും ഒഴിച്ചു കൊടുത്തും തിരികെ കൊടുത്തും ഒക്കെ പലതരത്തിൽ ആ വ്യക്തിയുടെ ഭാവിയെ തകർക്കുന്ന ആ മദ്യത്തിൻ്റെ മയക്കുമരുന്ന് ലഹരിയുടെ അടിമത്തിൽ ആ വ്യക്തി, ആ കുടുംബനാഥൻ, ആ യുവാവ്, ആ സഹോദരി, ആ വ്യക്തി വിടുതൽ പ്രാപിക്കട്ടെ. നിന്നോട് ആ ദൈവം സംസാരിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ ആ ദൈവം ഇടപെടുന്നത്, നിന്റെ ജീവിതത്തിന്റെ ഒരു ബന്ധനം ആ ദൈവം പൊട്ടിച്ചെടുക്കുന്നത്, നിന്നെ ദൈവം രക്ഷപ്പെടുത്തുന്ന സമയമാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ തകർക്കുന്ന വിധത്തിൽ, ആ വ്യക്തിയെ തകർക്കുന്ന വിധത്തിൽ, ആ ഭാവിയെ ഇല്ലാതാക്കുന്ന വിധത്തിൽ യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിയുടെ മേൽ ഒരു അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇത് ചില അത്ഭുതങ്ങൾക്ക് വഴി തെളിയും. ഇത് ചില അടയാളങ്ങൾക്ക് കാരണമാകും. എല്ലാ കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ പ്രാർത്ഥന വിഷയം പറയുമ്പോൾ ഇങ്ങനെ പറയണം, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് വിശ്വാസത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. നിയോഗത്തിൽ പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് പറയണം. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പറയണം. ഈ അൾത്താരയിൽ നിങ്ങൾ നിന്നുകൊണ്ട് ഒരു സാക്ഷ്യത്തെ പറയുന്നത് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. ഇനി പ്രാർത്ഥിക്കുന്നു, തകർന്ന കുടുംബ ബന്ധങ്ങൾ
ബന്ധങ്ങൾ ഒന്നാകുവാൻ, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ ഇപ്പോൾ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള സകലരെയും യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു. ആ കുടുംബങ്ങളിൽ ഐക്യത്തിൻ്റെ അനുഗ്രഹം കടന്നു വരണമേ, സ്വരച്ചേർച്ചയുടെ അനുഗ്രഹം കടന്നു വരണമേ, വിട്ടുവീഴ്ചയുടെ അനുഗ്രഹം കടന്നു വരണമേ, സമാധാനം എന്ന അനുഗ്രഹം കടന്നു വരണമേ. തമ്മിലുള്ള വഴക്കുകൾ, അസ്വസ്ഥതകൾ, കുറ്റപ്പെടുത്തലുകൾ, പഴിചാരലുകൾ എല്ലാം മാറിപ്പോകത്തക്ക വിധം ഒരാത്മാവിന്റെ ഇടപെടൽ ആ കുടുംബങ്ങളിൽ സംഭവിക്കണമേ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഒത്തിരി കുടുംബങ്ങൾ തകർന്നിരി. എൻ്റെ മകൻ്റെ കുടുംബം ഇങ്ങനെയാണല്ലോ, എൻ്റെ മകളുടെ കുടുംബ ജീവിതം തകർന്നാണല്ലോ ഇരിക്കുന്നത്. ദൈവമേ, എന്താ ചെയ്യേണ്ടത്? ആരെയാ കാണേണ്ടത്? എങ്ങനെയാ ഇനി പ്രാർത്ഥിക്കേണ്ടത്? എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിക്കുകയും കുടുംബ ബന്ധങ്ങൾ അനുഗ്രഹമാകുവാൻ പ്രാർത്ഥന ചോദിച്ച ഒരുപാട് പേരുണ്ട്. മേരിക്കുട്ടി എന്ന സഹോദരി ചോദിച്ചിട്ടുണ്ട്, കുടുംബം ഒന്ന് അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കണമെന്ന്. റീന എന്ന മകൾ ചോദിച്ചിട്ടുണ്ട്, കുടുംബജീവിതം അനുഗ്രഹമാകാൻ. അലീന എന്ന വ്യക്തി ചോദിച്ചിട്ടുണ്ട്, കുടുംബജീവിതം അനുഗ്രഹമാകാൻ. ജസ്റ്റിൻ എന്ന് പറയുന്ന സഹോദരൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ കുടുംബം അനുഗ്രഹമാകുവാൻ. ലൈല എന്ന സഹോദരി ചോദിച്ചിട്ടുണ്ട്, കുടുംബം അനുഗ്രഹമാകുവാൻ. ബേസിൽ എന്ന വ്യക്തി ചോദിച്ചിട്ടുണ്ട്, കുടുംബം അനുഗ്രഹമാകുവാൻ. അനീഷ് ചോദിച്ചിട്ടുണ്ട്, അനുഗ്രഹമാകുവാൻ. സുനിത എന്ന സഹോദരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. റൊണാൾഡ് എന്ന വ്യക്തി ചോദിച്ചിട്ടുണ്ട്. അമല എന്ന സഹോദരി ചോദിച്ചിട്ടുണ്ട്. എല്ലാ വ്യക്തികളും ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ചോദിച്ചൊരു നിയോഗമാണ് ഞങ്ങളുടെ കുടുംബജീവിതം. പൈസ ഒന്നും ഇല്ലേലും വേണ്ടില്ല, വീടൊന്നും വലുത് വച്ചില്ലേലും വേണ്ടില്ല, സമാധാനം ഉണ്ടായാൽ മതി, സ്വസ്ഥത ഉണ്ടായാൽ മതി, കുറച്ചുകൂടി ഒന്ന് സമാധാനത്തിൽ കഴിയണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നില്ലെങ്കിലും ചില ദൈവ പ്രവൃത്തികൾ അതിനകത്ത് നടക്കും, ചില അത്ഭുതങ്ങൾ അതിനകത്ത് ദൈവം ചെയ്യും. ശക്തിയോടെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വീണ്ടും പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ശരീരത്തിൽ വേദനകൾ അനുഭവിക്കുന്നവർ, ആ ഭാഗത്ത് നിങ്ങൾ കരങ്ങൾ വയ്ക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ ആ വേദനയുള്ള ഭാഗത്ത് കരങ്ങൾ വെച്ച് എന്നിട്ട് ഇപ്പോൾ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ഉണ്ടാകട്ടെ. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊരു രോഗവും കാണത്തില്ല, പക്ഷെ ചില കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ ചില രോഗകാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളോടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വിട്ടവരുണ്ട്. അവരുടെ ഏത് രോഗമാണ് ആ ഭാഗത്ത് നിങ്ങൾ അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കൈവച്ചുകൊണ്ട് പറഞ്ഞ്, അവർ രോഗക്കിടക്കയിലായിരിക്കും, ഹോസ്പിറ്റലിലായിരിക്കും, വീടുകളിലായിരിക്കും, അല്ലെങ്കിൽ വീൽ ചെയറിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റിലായിരിക്കും, മറ്റു രാജ്യങ്ങളിലായിരിക്കും. ഒന്ന് കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങളുടെ ഈ രോഗാവസ്ഥയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ കണ്ടേ മരുന്നുകൊണ്ട് മാറാത്തത്, ചികിത്സ കൊണ്ട് മാറാത്തത്, സാമ്പത്തികം കൊണ്ട് മാറാത്തത്. ചിലർ പറയുന്നു കോടാനുകോടി മുടക്കിയാലും എൻ്റെ ഈ പ്രശ്നമൊന്നും പരിഹരിക്കുമെന്നും തോന്നുന്നില്ല എന്ന് പറയുന്നവരില്ലേ? ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യമുണ്ടാകട്ടെ. ഇങ്ങനെ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. ദീപു എന്ന സഹോദരൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓമന എന്ന സഹോദരി അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജ്യോതി എന്ന സഹോദരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സജി എന്ന വ്യക്തി ചോദിച്ചിട്ടുണ്ട്. കൊച്ചുമോൻ എന്ന വ്യക്തി ചോദിച്ചിട്ടുണ്ട്. സിൽവി എന്ന വ്യക്തി ചോദിച്ചിട്ടുണ്ട്. എല്ലാ കരങ്ങളും ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിക്കാമോ? ശുശ്രൂഷകർ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആ ജനത്തിൻ്റെ നേരെ ഒന്ന് തിരിഞ്ഞ് ഒന്ന് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ച്, ആദിമ നൂറ്റാണ്ടിൽ നടന്നതുപോലെ ചില അത്ഭുത സൗഖ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഇൻ ജീസസ് നെയിം. എല്ലാവരും പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ആ രോഗം സൗഖ്യമാകട്ടെ, ആ അലർജി രോഗം സൗഖ്യമാകട്ടെ, ആ കിഡ്നി രോഗം സൗഖ്യമാകട്ടെ, ആ ഹൃദയ സംബന്ധമായ രോഗം സൗഖ്യമാകട്ടെ, ആ ക്യാൻസർ സംബന്ധ രോഗം സൗഖ്യമാകട്ടെ, ആ ട്യൂമർ സൗഖ്യമാകട്ടെ, ആ നടുവേദന സൗഖ്യമാകട്ടെ, ആ കുടലിന്റെ പ്രശ്നം സൗഖ്യമാകട്ടെ, ആ കിഡ്നിയുടെ പ്രശ്നം സൗഖ്യമാകട്ടെ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ സൗഖ്യമാകട്ടെ, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ സൗഖ്യമാകട്ടെ, നടക്കാൻ പറ്റാത്ത അവസ്ഥ സൗഖ്യമാകട്ടെ, ഉറക്കമില്ലാത്ത അവസ്ഥ സൗഖ്യമാകട്ടെ. ശബ്ദമുയർത്തി വിളിച്ച് യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് പോയി പഠിക്കണം, ജോലി ചെയ്യണം, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ, പാസ്പോർട്ടുമായി വന്നവർ, അങ്ങനെയുള്ള എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും. SLC പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വരാൻ പോകുമ്പോൾ മാർക്ക് ലഭിക്കണം, നല്ലൊരു കോഴ്സ് എടുത്ത് പഠിക്കണം, നീറ്റ് എക്സാം, ഡോക്ടർമാർ, MD പരീക്ഷ, എൻജിനീയറിങ്ങിൻ്റെ പരീക്ഷകൾ, പലതരത്തിലുള്ള പരീക്ഷകൾ എല്ലാം ഒന്ന് ഓർത്തേ.
നിങ്ങളുടെ കുഞ്ഞുങ്ങളൊന്ന് രക്ഷപ്പെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, അവർക്ക് വേണ്ടി ഒന്ന് ആരാധിച്ചേ, അവർക്ക് വേണ്ടി ഈ പ്രാർത്ഥന സ്വീകരിച്ചേ. നമ്മൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, നമ്മുടെ ഉപദേശം അവർ ഇഷ്ടപ്പെടുന്നില്ല, എത്ര പറഞ്ഞിട്ടും അവർ ഫോണിൻ്റെ അഡിക്ഷൻ മാറുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം മാറുന്നില്ല, ആ ബന്ധം മാറുന്നു. എല്ലാവരും ഒന്ന് കൊടുത്തേ. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർ അറിവുള്ളവരും പക്വതയുള്ളവരും പാകതയുള്ളവരും അനുഭവമുള്ളവരുമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അനുഗ്രഹം ഭവനത്തിൽ ദൈവം എത്തിക്കും. നിങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ചില വിടുതൽ, ചില ജീവിതങ്ങളുടെ അകത്ത് നടക്കും. എത്ര നിയോഗങ്ങളാണെന്നറിയാം. മക്കളുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിയ സാധ്യമാണോ ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ? നിങ്ങളുടെ മക്കളുടെ പേരുകളൊന്ന് മനസ്സിലോർത്തേ, അവരുടെ സ്വഭാവത്തെ ഒന്ന് കണ്ടേ, യേശുവിൻ്റെ ആ കുരിശിനോടൊന്ന് ചേർത്ത് നിർത്തിക്കേ. ആ രക്ഷാകര ശക്തി അവരിലേക്ക് ഇപ്പോൾ ഒഴുകി ഇറങ്ങട്ടെ. ഈ പരിശുദ്ധ കുർബാനയുടെ ശക്തി, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അവരിൽ ചെയ്യട്ടെ. അവരിൽ ചില അത്ഭുത പ്രവർത്തികൾ സംഭവിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് ആരാധിച്ച്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിടുതലൊന്ന് സ്വീകരിച്ച്, തലമുറകൾക്ക് വേണ്ടി വചനമൊന്ന് വിശ്വസിച്ച്, ചില അത്ഭുതങ്ങൾ നടക്കുവാൻ നിയോഗം സമർപ്പിച്ച്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ പ്രാർത്ഥിച്ച്, വിശ്വാസത്തിൽ അകന്നുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, പാസ്പോർട്ടുമായി വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. അതിനകത്തൊരു ദൈവപ്രവൃത്തി നടക്കണമേ. ആ വിസ അവർക്ക് ലഭിക്കണമേ, ആ PR അവർക്ക് ലഭിക്കണമേ, ആ വർക്കിംഗ് വിസ അവർക്ക് ലഭിക്കണമേ. അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വിജയമുണ്ടാകണമേ. ഒരു നല്ല ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു, ഒരു വലിയ വിടുതൽ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ചോദിച്ച ഓരോരുത്തരെ ഏൽപ്പിച്ചു തരുന്നു, പ്രാർത്ഥന ചോദിച്ച ഓരോരുത്തരെ ഏൽപ്പിച്ചു തരുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആ പാസ്പോർട്ടൊക്കെ ഒന്ന് ഹൃദയത്തോട് ഒന്ന് ചേർത്ത് വെച്ച് ഞങ്ങൾ വിശ്വാസത്തെ പറ, ഇതിനകത്തൊരു ദൈവപ്രവൃത്തി ഞാൻ കാണും. ഇതെൻ്റെ രക്ഷയ്ക്ക് ദൈവം ഒരു പിടിവള്ളിയാക്കി മാറ്റും. ദൈവത്തിൻ്റെ അനുഗ്രഹം അത് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞേ. ഒരു സ്ഥലം വിൽക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒന്നോർത്തേ. ഒരു പുതിയ വീടും സ്ഥലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരോർത്തേ. വിവാഹം നടന്നിട്ടില്ല, വിവാഹം നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചേ. വിവാഹപ്രായമായി പക്ഷെ വിവാഹത്തിന് അവർ തയ്യാറാകുന്നില്ല, പ്രാർത്ഥിച്ചേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥിച്ചേ. ചെറിയ കാര്യത്തിന് പോലും അഭിപ്രായ വ്യത്യാസം, വഴക്കുകൾ, ദേഷ്യം, പിണക്കം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, എന്നാൽ എന്നും പ്രശ്നമാണ് താനും. ഒരു ദിവസം സമാധാനം, 10 ദിവസം വഴക്ക്. കുടുംബത്തിനകത്തൊരു ദൈവശക്തി വ്യാപരിക്കട്ടെ. ഒരു പ്രാർത്ഥനയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വ്യാപരിക്കുന്ന സമയമാണ്. നിങ്ങളെല്ലാവരും, ചില ആളുകൾ ശരീരത്തിനകത്തുള്ള ചില മുഴകൾ മാറാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ട്യൂമർ മാറാൻ പ്രാർത്ഥിച്ചവരുണ്ട്, ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം ആഗ്രഹിച്ചവരുണ്ട്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്നിവിടെ നിയോഗം സമർപ്പിച്ച, ഇന്നലകളിലും ഇന്നുമായി ഈ ആലയത്തിൽ ദീർഘദൂരം യാത്ര ചെയ്ത് സമീപത്തു നിന്നും ദൂരെ നിന്നും വന്നിട്ടുള്ളവർ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുവാണ്. സകല നിയോഗങ്ങളെ ഒന്ന് ഓർത്ത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഒന്ന് പ്രാർത്ഥിച്ച്, തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെടുവാൻ, ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ, ജർമ്മൻ ഭാഷ പഠിക്കുവാൻ അത് അനുഗ്രഹമാകുവാൻ, ജപ്തിയിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ, ഒരു നല്ല ജോലി ലഭിക്കുവാൻ, ഓർമ്മശക്തി ലഭിക്കുവാൻ, പഠനത്തിൽ പുരോഗതി ഉണ്ടാകുവാൻ, ബുദ്ധിശക്തി വർദ്ധിക്കുവാൻ, കുഞ്ഞുങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുവാൻ, എല്ലാ നിയോഗങ്ങളെ ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ഒന്ന് കൊടുത്തേ. നിയോഗത്തോടെ ഒന്ന് ചേർത്ത് വെച്ചേ. എന്താണെന്നറിയാമോ? നിയോഗ പ്രാർത്ഥന. ഒരു നിയോഗത്തിൽ പ്രാർത്ഥിച്ചാൽ അവിടെ അത്ഭുതം നടക്കുമെന്ന ഉറപ്പാണ്, ഒരു വിശ്വാസമാണത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ദൈവത്തിന്റെ അത്ഭുതം നടക്കുമെന്ന വിശ്വാസമാണ്. പ്രതീക്ഷിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പാണ്. അനുഗ്രഹം ലഭിക്കുവാനല്ല എളുപ്പം, ലഭിച്ച അനുഗ്രഹത്തെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, ലഭിച്ച ഒരു അനുഗ്രഹവും നഷ്ടപ്പെട്ടു പോകരുത്. ഒരു അനുഗ്രഹം ലഭിക്കത്തക്ക വിധം എൻ്റെ ജീവിതത്തെ ഉയർത്തണമേ, എൻ്റെ വിശ്വാസത്തെ ഉയർത്തണമേ, എൻ്റെ കുടുംബ ജീവിതത്തെ ഉയർത്തണമേ, എൻ്റെ ആത്മാവിനെ അനുഗ്രഹിക്കണമേ, എൻ്റെ ശരീരത്തെ അനുഗ്രഹിക്കണമേ. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഏതെല്ലാം നിയോഗമായി ഇന്ന് സമർപ്പിച്ച്, നിങ്ങളുടെ കരങ്ങളിൽ നിയോഗ തിരികളോ നിയോഗ കൊന്തയോ എന്ത് വെഞ്ചരിക്കാനുള്ള വസ്തുക്കളോ കൊണ്ടുവന്നിട്ടുണ്ടോ, ഇപ്പോൾ ഒന്ന് കൈകളിലെടുത്ത് 4 പ്രാവശ്യം നിയോഗ പ്രാർത്ഥനയൊന്ന് ശക്തമായി ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളെയും ഒന്ന് അടച്ച് നിങ്ങൾ വെഞ്ചരിക്കാൻ കൊണ്ടുവന്നിട്ടുള്ള വസ്തുക്കളൊക്കെ ഒന്ന് കരങ്ങളിലെടുത്തേ. കർത്താവേ, അങ്ങയുടെ ആലയത്തിൽ അങ്ങ് കൊണ്ടുവന്നവരാണ് ഈ പ്രിയപ്പെട്ട മക്കൾ.
ഇവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടു. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. നസ്രായനായ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരങ്ങളെ വീശി പ്രാർത്ഥിച്ചേ. നസ്രായനായ എന്റെ യേശുവേ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എന്റെ യേശുവേ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ഇന്നു തന്നെ പൂർണ്ണമായി എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എന്റെ യേശുവേ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഇന്നും ഇന്നലെയുമായി സമർപ്പിച്ച സകല നിയോഗങ്ങൾ, നിയോഗ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നവർ, നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവർ, നിയോഗം സമർപ്പിച്ചവർ, കൽക്കുരിശിൽ എണ്ണ ഒഴിച്ചവർ, സകല നിയോഗങ്ങളെയും ഇന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണ്ണമായും ഇന്നെടുത്തു മാറ്റി എന്നെ അനുഗ്രഹിച്ച് എനിക്കത് സാധിച്ചു തരണമേ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ജലം തളിക്കുന്നു. ജീസസ്. എല്ലാവരും സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഇടപെടൽ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ശബ്ദമുയർത്തി വിളിച്ച് യേശുവേ, യേശുവേ, ജീസസ്, ജീസസ്, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പാടാം. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമടിച്ചു പാടാം. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരം നൽകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരം നൽകണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരം നൽകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരം നൽകണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാണ്. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പുള്ള സമയമാണ്. കുറച്ചുകൂടെ കൂടെ ഒരനുഗ്രഹം സ്വീകരിക്കാൻ കഴിയത്തക്ക വിധം ഒരു പടി കൂടെ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? വീടുകളിലേക്ക് പോകുമ്പം, വീട്ടിൽ ചെല്ലുമ്പം ആ വീട് നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടണം. ടൗണിൽ ചെന്ന് സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് തിരിച്ചു കയറി ചെല്ലുന്ന പോലല്ല. പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിച്ച് ആ അനുഗ്രഹവുമായി വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കാൽ ആ വീട്ടിൽ പതിയുമ്പം ഒരു ലൈറ്റ് തെളിയുന്ന പോലെ ഒരു അനുഗ്രഹം ആ ഭവനത്തിൽ നിറഞ്ഞു വരണം. നിങ്ങൾ ഇരുട്ടുള്ള ഈ ലോകത്ത് വെളിച്ചമായി നിൽക്കാൻ ദൈവം കണ്ടവരാണ്. പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കാനും മടിയും നാണവും ചമ്മലും അയ്യെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. സമയമില്ലെന്ന് പറയുന്നവരുണ്ട്. പ്രാർത്ഥിക്കുന്നവരിലൂടെയാ അനുഗ്രഹം കയറി വരുന്നത്.
എളുപ്പമൊന്നുമല്ല, എളുപ്പമല്ല ഒന്നും. വിലയുള്ളതിനൊക്കെ വില കൊടുക്കണം. അത് ചിലപ്പോൾ, അതാണ് വചനം പറയുന്നത്, അനുഗ്രഹം കിട്ടാൻ വേണ്ടി തേടിപ്പോണമെന്നാണ് ബൈബിൾ പറയുന്നത്. ദൈവസാന്നിധ്യമുള്ളിടത്ത് നീ അന്വേഷിച്ചു ചെല്ലണം. അത് നിനക്കുള്ള അനുഗ്രഹത്തെ സ്വീകരിക്കാനുള്ള ഒരു വാതിലാണത്. കണ്ണുകളൊന്ന് അടച്ചേ. ഇന്ന് ബലിയർപ്പിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഞങ്ങൾ ഓർക്കുന്നു. കാക്കൊമ്പ് അച്ഛൻ്റെ ഇടവകയെ, അച്ഛൻ്റെ കൂടെ വന്നിട്ടുള്ളവരെ, ഇവിടെ ആളുകളെ ഒരു തീർത്ഥാടനം പോലെ വന്നവരുണ്ട്. ഷാജൻ ബ്രദറിൻ്റെ നേതൃത്വത്തിലും കറിയാച്ചൻ എന്ന സഹോദരൻ്റെയും പ്രിയപ്പെട്ട വികാരിയച്ഛൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ നിന്നും പ്രാർത്ഥനാ വണ്ടികൾക്കൊക്കെ വന്നവരുണ്ട്. അടുത്ത് നിന്നും ദൂരെ നിന്നും വന്നവരുണ്ട്. നിങ്ങൾ ഈ വീട്ടിലെ അതിഥികളാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷകരെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഇനി വരുമ്പോൾ ഒരു സാക്ഷ്യം ഉണ്ടാകണം. സത്യസന്ധമായി ദൈവത്തെ വിളിക്കുന്നിടത്ത് ദൈവപ്രവൃത്തി നടക്കും. ഒന്നും ചെയ്തില്ലേലും ഒരു പൂ വിരിയുമ്പോൾ സുഗന്ധം നമ്മളൊന്നും ചെയ്യേണ്ട, തന്നെ അതിൻ്റെ സുഗന്ധം പരക്കും. സത്യസന്ധമായി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവാനുഗ്രഹം വെളിപ്പെടും. അടുത്ത വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ്. ഒരു പുതിയ മാസത്തിൻ്റെ ആദ്യ നാളുകളാണ്. ഒത്തിരി അനുഗ്രഹമാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന വ്യാഴം വെള്ളി ദിവസത്തെ ശുശ്രൂഷയാണ്. എല്ലാ കരങ്ങളും ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ചേ. ഞങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന്, എന്നിൽ നിന്നോ ശുശ്രൂഷകരിൽ നിന്നോ എന്തേലും വിഷമങ്ങളോ വേദനയോ ഉണ്ടായി, ആരും പിണങ്ങിയൊന്നും പോവല്ലേ. ഞങ്ങളും സാധാരണ മനുഷ്യരാണ്. എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കാൻ പറ്റത്തില്ല. ആരോടെങ്കിലും ദേഷ്യപ്പെടുവോ വിഷമം പറയുകയോ ചെയ്താൽ ഞങ്ങളുടെ ഒരു കുറവായി അതിനെ കണ്ടാൽ മതി. ചിലപ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി ഒരുപോലെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥനയെ നിൽക്കുന്നവർക്കതറിയാം, അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്ന്. ഞങ്ങൾ നിൽക്കുന്നത് പട്ടുമെത്തയിലൊന്നുമല്ല. ഒടിഞ്ഞ കാലുമായി ഓട്ടമത്സരത്തിൽ ഓടുന്നവരെ പോലെയാണ് ചിലപ്പോൾ ഞങ്ങൾ, അല്ലെങ്കിൽ ഞാൻ. കാലിന് എല്ലിന് പൊട്ടുണ്ട്, എന്നാലും ഓട്ടമത്സരത്തിൽ ഓടുക, തോക്കുമെന്നറിയാലും ഓടുവാണ്. ചിലപ്പോൾ അത് വേറൊരു ജയമാണ്. ചിലപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വേദന കടിച്ചു പിടിച്ചുകൊണ്ടായിരിക്കും. നോക്കുമ്പോൾ കാണുന്നത് വെള്ള ഉടുപ്പും മൈക്കും ഒക്കെ പിടിച്ച് നിൽക്കുന്നു, പുള്ളിക്ക് ഭയങ്കര സുഖമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ല, ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മളതിന് വില കൊടുത്തും പ്രാർത്ഥിച്ചും ഒരുങ്ങിയും എഴുതിയും ഒക്കെ വരുമ്പോൾ അതിന് നല്ലൊരു സമയം, ത്യാഗം, മണിക്കൂറുകൾ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ഒരാഴ്ച 1 മണിക്കൂർ വചനം കൊടുക്കാനുള്ള വചനം ഈ ഡയറിയെ വരുവുള്ളൂ. ഒരു ദിവസത്തെ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ വചനം മണിക്കൂറുകൾ ഇരുന്നിട്ട് കിട്ടാതെ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പറ്റത്തില്ല, ഒരു വചനവും കിട്ടുന്നില്ല. വചനം കിട്ടിയാൽ പോരാ, വചനത്തിനൊരു വ്യാഖ്യാനം കിട്ടുന്നില്ല. എളുപ്പമല്ല. വർഷങ്ങൾ ഇങ്ങനെ 10 ദിവസം എടുക്കുമ്പോൾ അടുത്ത 10 ദിവസത്തെ ഓർത്ത് പേടിയാ, എന്നാ പറയും. പ്രിയപ്പെട്ടവരെ, മൈക്കും എടുത്ത് ഇവിടെ നിൽക്കുന്നത് ചുമ്മാ ഒരുങ്ങി കുളിച്ച് ഇങ്ങ് വേഗം വന്ന് തലമുടിയും ചീകി നിൽക്കുമല്ല. ഒരാഴ്ചത്തെ അധ്വാനമാണ് ഇവിടെ പ്രസംഗിക്കുന്നത്. ഒരാഴ്ച അതിനുവേണ്ടി ബൈബിൾ തുറന്നു വെച്ച് വായിക്കും. ചിലപ്പോൾ നമുക്ക് ഒന്നും കിട്ടത്തില്ല, എന്നാ പറയുമെന്ന് ഓർക്കും. ഓരോ ആഴ്ചയും ഭക്ഷണം വിളമ്പുന്നത് പോലെ വചനം വിളമ്പണമെങ്കിൽ അതിന് ഭയങ്കര ത്യാഗമുണ്ട്. ഞാനും ഓർത്തോണ്ടിരുന്നത് എളുപ്പമാണെന്നാ, പക്ഷെ എളുപ്പമല്ല. അനേകരെ മരണത്തിൽ നിന്നും അനേകരെ പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ഈ വചനമുണ്ടല്ലോ, അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ത്യാഗമുണ്ട്. ഇവിടെയുള്ള ശുശ്രൂഷകരുടെ പ്രാർത്ഥനയുണ്ട്. ഇതൊരു ആത്മീയ അന്തരീക്ഷമാകാൻ ഈ പാവപ്പെട്ട മനുഷ്യരുടെ പ്രാർത്ഥനയാണ് ഇതിന് കാരണമായത്. ഒരാളുടെ ഒറ്റയാൾ പ്രകടനം കൊണ്ടൊന്നുമല്ല. ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ഞാൻ ഏതുമല്ല, ഒന്നുമല്ല, ആരുമല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. ഇങ്ങനെയൊക്കെ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കിയത് ഇവിടെയുള്ള പ്രിയപ്പെട്ട ഒരുപാട് പേരുടെ പ്രാർത്ഥനയുള്ള അന്തരീക്ഷമാണ്. നിങ്ങൾ ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ കരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഉയരണം. ഞങ്ങളും തളർന്നു പോകാൻ സാധ്യതയുള്ള മടുപ്പും ക്ഷീണവും ദേഷ്യവും ഒക്കെ ഞങ്ങൾക്ക് വരാറുണ്ട്. ഞങ്ങൾക്ക് ചിലപ്പോൾ മടുപ്പ് തോന്നാറുണ്ട്. മതി, ഇനി പ്രസംഗിക്കേണ്ട, ഇതൊക്കെ മതി, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് ദേഷ്യം വരും. കാലിൽ വേദന വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും.
മനുഷ്യരായതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. ഒരാളെയും വിഷമിച്ച് വിടത്തില്ല, മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. ഇപ്പോൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുവാണ്. അടുത്ത വ്യാഴം വെള്ളി ദിവസങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ഷാജൻ ബ്രദറിനും കൂടെ വന്നിട്ടുള്ള ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തർക്കും, പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ കാക്കൊമ്പ് പള്ളിയിലെ വികാരി അച്ഛൻ്റെ ഇടവക രൂപത എല്ലാം ഓർക്കുന്ന അച്ഛൻ, കൂടെ വന്നിട്ടുള്ളവരെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ ബലിയർപ്പിച്ചപ്പോൾ അത് ഞങ്ങൾക്കൊരു അംഗീകാരമാണ്, അത് ഞങ്ങൾക്കൊരു സന്തോഷമാണ്. അച്ഛൻ്റെ സാന്നിധ്യം ചിന്തിക്കും ചിലപ്പോൾ ഒരു കുർബാന ചൊല്ലാൻ ഇത്രയും പറയേണ്ട കാര്യമുണ്ടോ? അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു അംഗീകാരമാണ്, ഒരു ബഹുമാനമാണ്. രാത്രി മുഴുവൻ ഉറങ്ങാതെ യാത്ര ചെയ്ത് അച്ഛൻ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്കതൊരു അനുഗ്രഹമാണ്. ഒരു നിമിഷം ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഒരു നിമിഷം ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്നൊന്ന് സ്തുതിച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ